ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु के नाम की स्तुति हो। कल रात की संगति के बाद आज फिर एकत्रित होने के लिए प्रभु ने सहायता किया, इसलिए प्रभु को फिर धन्यवाद देते हैं। വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ബഹുമാനിയ കർത്തദാസനും കുടുംബത്തിനും യേശു കർത്താവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. अलग अलग जगहों में बैठकर हमें सुनने वाले तमाम लोगों को, कलीसिया को और खासकर प्रभु के दास और परिवार को हमारा सलाम और प्रभु का प्रेम देते हैं। ദീർഘദിവസങ്ങളായി ഉപവാസത്തോടുകൂടി പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ശരീരാത്മരകളിൽ ദൈവം ആവശ്യമായിരിക്കുന്ന ബലവും കൃപയും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. और कई दिनों से जो उपवास और प्रार्थना में उनके लिए भी उनको प्रभु को धन्यवाद देते हैं और प्रभु से अनुरोध करते हैं कि परमेश्वर ही उनको बल और सामर्थ्य दे। ഇതിനുള്ള സമയം നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ധ്യാനിച്ച വിഷയത്തിന്റെ തുടർച്ചയായി ഓർപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ കൂടെ പ്രസ്താവിക്കുവാൻ പ്രവേശിക്കപ്പെടുകയാണ്. आज रात काल कल जैसे हमने आरंभ किया था उसी विषय के संबंधित आगे की बातों को प्रभु के शरण में लेके आप लोगों के साथ बात। ഇന്നലെ രാത്രി നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രാരംഭ ചിന്തയാണ് ധ്യാനിച്ചത്. कल लूका रचित सुसमाचार 21वां अध्याय उसका 34 से लेके 36 तक के आयत में से हम लोग मगन कर रहे थे। ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണല്ലോ നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത്. लूका रचित समाचार 21वें अध्याय के 34 से लेके 36 तक की आयतों को हमने നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് ഭൂതത്തിൽ പാർക്കുന്ന ഏവർക്കും വരും. എന്നാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനെയും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പാകെ നിൽക്കുവാനും നമ്മൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്നുള്ള വചനമായിരുന്നല്ലോ നമ്മൾ അതിൽ നിന്ന് വായിക്കുവാനിടയായി. इसलिए सावधान रहो, ऐसा न हो कि तुम्हारे मन कुमार और मतवालेपन और इस जीवन की चिंताओं में सुस्त हो जाए और यह दिन तुम पर फांदे की नाई अचानक आ पड़े, क्योंकि वह सारी पृथ्वी के सब रहने वालों पर इसी प्रकार आ पड़ेगा। इसलिए जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं में से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य बनो। इस आयतों से, इस अनुच्छेद से हमने कल सोचा था। അവിടെ ഏറ്റവും ഒടുവിലായി പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനെയും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പാകെ നിൽക്കുവാനും നമ്മൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. वहाँ पे विशेषकर जो बात को हमको ध्यान देना है वो ये उल्लेख है जिसमें ये लिखा है कि इसलिए तमाम बातों से बचने के लिए हमें जागते और प्रार्थना करते रहना है और ताकि मनुष्य पुत्र के सामने खड़े होने के हमें योग्य बनाया जाए। പറഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ചിലത് നമുക്ക് നേരെ തിരിഹിതമല്ലാതെ ദൈവഹിതമല്ലാതെ കടന്നു വരുന്നുണ്ട്. അത് നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കുവാനുള്ളതല്ല, നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകണം. तो दो खास बातें, खासकर वो बातें जो परमेश्वर का बिना अनुमति के या परमेश्वर के जो बातें हैं उसके विरोध में हमारे जीवन में आ सकता है, वो कभी हमारे जीवन में ना आए और उस ऐसी घटनाओं से बच। രണ്ടാമത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനായിട്ട് നമുക്ക് പ്രാപ്തി ഉണ്ടാകും. और दूसरा, इन तमाम बातों के होने के बाद हमारे यीशु मसीह के सामने हमें पूरे योग्यता के साथ खड़ा होना है. അതിനുവേണ്ടി നമ്മൾ എല്ലാ കാലവും ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നാണല്ലോ പ്രസ്താവിച്ചത്. और इसलिए हमें हर समय जागते रहना है और प्रार्थना करना. നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ഈ നിലയിൽ മുന്നേറുന്നതിന് തടസ്സമായി ഇവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. और हमारे जो हमारा लक्ष्य है या हमारा ये जो मकसद है, इसे रोकने वाली या ठोकर देने वाली 3 चीजें हैं जिस बारे में हम അത് ഒന്ന് അതിഭക്ഷണവും നമ്മളവിടെ കണ്ടു. एक हमने लोलुपता या पेटूपन हमने देखा. രണ്ട് മദ്യപാനം എന്ന് കാണുന്നു. दूसरा मतवालापन या शराब पीना. മൂന്നാമത് ഉപജീവന ചിന്ത എന്ന് കാണുന്നു. और तीसरा जीविका का. അതിൽ അമിത ഭക്ഷണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. इसमें से लोलुपता के बारे में हमने कल ഇന്ന് രാത്രി നമ്മൾ പ്രാരംഭമായിട്ട് ചില മിനിറ്റുകൾക്കകത്ത്
മദ്യപാനം മദ്യപാനം മാത്രമല്ല ഉപജീവന ചിന്ത, ഈ രണ്ട് വിഷയങ്ങൾ ഏകോപിപ്പിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. आज रात काल पहले का कुछ समय जो है मतवालापन और जीवन की जो चिंता है, इनको मिलाकर संक्षेप में कुछ कहना। ഇതിനോട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ടെങ്കിലും ഏറ്റവും അതിപ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. इन दोनों बातों को लेकर कई ऐसी बातें हैं जो बताना चाहता हूँ, लेकिन उसमें से जो सबसे महत्वपूर्ण है उन्हीं बातों को आज छूना चाहूंगा. എന്റെ ഹൃദയത്തിൽ ലഭിച്ച ആ പ്രകാശനം അനുസരിച്ച് ഈ മദ്യപാനം ഉപജീവന ചിന്ത എന്ന് പറയുന്ന രണ്ട് കാര്യം ഒന്നിച്ച് പഠിക്കുന്നത് നല്ലതായിട്ട് തോന്നുന്നു. मेरे हृदय में जो प्रकाशन मिला उसके अनुसार ये मतवालापन और जीवन की चिंता है, दोनों को मिलाकर सीखना उत्तम रहेगा, ऐसा मैं सोचता हूँ. മദ്യപാനത്തെ കുറിച്ച് ഒരു വാക്കിൽ ചില വാക്കുകളിൽ ഓർപ്പിക്കുമ്പോൾ ദൈവമക്കളുടെ ഇടയിൽ മദ്യപാനികൾ ആ നിലയിൽ അക്ഷരാർത്ഥത്തിൽ ഇല്ല. शराबी के बारे में जब हम सोचते हैं तो हम देख सकते हैं प्रायोगिक जीवन में हमारे बीच में इतने लोग शराब पीने वाले तो है नहीं. കൃപയിലേക്ക് വരുന്ന ദൈവമക്കൾ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനം നന്നായി ഗ്രഹിച്ചവരാണ്. क्योंकि जो उद्धार पाकर मसीह में आते हैं, बपतिस्मा लिया हुआ है, वो इस वचन को कि शराबी कभी भी परमेश्वर के राज्य में प्रवेश ना करेंगे, इसको काफी गंभीरता और विश्वास के साथ लेते हैं. മാത്രം ആ വിഷയത്തിന്മേൽ ജയം പ്രാപിച്ചവരുമാണ് കൃപയാൽ. और इतना ही नहीं, प्रभु के अनुग्रह से हम में से कई लोग इसके ऊपर जय पाए हुए हैं. എന്നിരുന്നാലും ഈ വചനം ദൈവത്തിൽ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഇതിന്റെ പുറകിൽ മറ്റു പല സത്യവും ഉണ്ടോ എന്ന് കൂടെ ഞാൻ ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ ആരായുകയുണ്ട്. ऐसा हो तो भी, क्योंकि वचन में लिखा है इसके पीछे और कोई सच्चाई है या नहीं, मैं इसके खोज में लगा था. എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ നമ്മളെ പലരെയും അലട്ടാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർമ്മിക്കും. मुझे समझ में आया, और जो एक दो बात हमको ऐसा तकलीफ में ला सकता है आत्मिक रीति से, उस बात को जल्दी से आप लोगों को याद दिलाना चाहूंगा. യാതൊരു വിധമായ മുൻവിധി കൂടാതെ വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവമക്കൾ എന്നോട് ചേർന്ന് നിൽക്കണമെന്ന ദൈവസ്നേഹത്തിൽ ഓർമ്മിക്കും. बिना किसी पक्षपात के आप लोग मेरे साथ रहना, ऐसा आप लोगों से अनुरोध करता हूँ. മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ചിന്ത ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു. ബൈബിൾ ഈ വേദഭാഗം എഴുതുന്ന കാലഘട്ടത്തിൽ, ബൈബിൾ കാലയളവിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലും വിശേഷാൽ കേരളത്തിലും ഒക്കെ കാണുന്നത് പോലെ ഉള്ളതായ എന്താ പറയേണ്ടത്, ഈ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്ന ആ മദ്യം ആ കാലത്തില്ലായിരുന്നു. जब बाइबल लिखा गया था, या ये इतिहास का बारे में जब लिखा गया था, उस समय में आज जैसे हम लोग भारत में, केरला में और अन्य जगहों में जैसा शराब जो है बड़े पैमाने में बनाया जाता है, वो प्रक्रिया नहीं था. അന്നത്തെ മദ്യം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ പ്രധാനമായിട്ട് മുന്തിരിച്ചാറിൽ നിന്നും മുന്തിരിച്ചാറ്, ഈന്തപ്പഴം, തേന്, ഈ വക കാര്യങ്ങൾ സമ്മിശ്രമായിട്ട് മിക്സ് ചെയ്ത് പ്രത്യേക കോമ്പിനേഷനിൽ അതിൽ കൂടെ ഉണ്ടാക്കുന്ന ഒരു മദ്യത്തെ കുറിച്ചാണ് ആ കാലങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. और उस जमाने के शराब के बारे में देखा जाए तो खासकर उसमें वो जो बनावट होती थी, या तो वो अंगूर से बनाया जाता था, या तो फिर अंगूर, खजूर और जो शहद है, इसको मिलाकर बनाया जाता था. ആകയാൽ അവിടെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത്, നേരിട്ട് ഒരു ആൽക്കഹോളിന്റെ അനുഭവം നമുക്ക് ഇല്ല എങ്കിൽ പോലും നമ്മുടെ തലയ്ക്ക് കൃത്രിമമായി ലഹരി പിടിക്കത്തക്ക ഏതെങ്കിലും ഒരു മീഡിയ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നുകൂടെ നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. और इसमें अगर देखा जाए तो शराब या फिर अल्कोहल का जो वो पैमाना इसमें कम हो, लेकिन किसी भी रीति से क्या हमारे मन को मतवालापन में ले जा सकता है, ये एक सोच वहां पर है. ഇനി അതെല്ലാം വിട്ടിട്ട് ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഈ മദ്യപിച്ചാൽ ഉണ്ടാകുന്ന അതിന്റെ പ്രത്യാഘാതം എന്താണ്? और इससे अलग जो है, अगर हम लोग ऐसा शराब पिए या मदिरा पिए, उसका परिणाम क्या होता है, ये वो अगला पड़ाव है. അതിന്റെ ആ പ്രത്യാഘാതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ളത് ഈ മദ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം നോർമൽ ആകാതെ, നമ്മള് ഇവിടെ അതിനൊരു ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു തരം ലഹരിയിലാകുന്നു, കിക്ക് ആകുന്നതാണ് ഇവിടെ ഒക്കെ പറയുന്നത്. तो यहाँ पर हम देखते हैं, जब कोई मदिरा या शराब का सेवन करता है, उसका सीधा परिणाम उसके मन में होता है, दिमाग में होता है,
उसमें बिल्कुल वो काबू में नहीं। അപ്പം നമ്മൾ ആരും മദ്യപിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ നമ്മൾ കിക്കായി നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടോ എന്ന് നമ്മളെ പഠിക്കേണ്ടത് ആവശ്യമാണ്. तो किसी भी रीति से ऐसा कोई भी बात हमारे जीवन में है जिससे ये मधुरा अनुभव जैसा, यानी हम लोग फिट हो जाते हैं या किक लगता है, ऐसा कोई अनुभव हमारे जीवन में है या नहीं? ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറെ കൂടെ വ്യക്തമാകുമെന്ന് തോന്നുന്നു. मैं जब एक छोटा सा उदाहरण दूंगा, उम्मीद करता हूँ आप लोग को ये ज्यादा स्पष्ट होगा। ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ഥലത്ത് ഉള്ള ഒരു മധ്യവയസ്കനായ പിതാവിനെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടുകയുണ്ടായി. एक जगह पर एक मध्यम वर्ग एक व्यक्ति को मैंने मिला। ഒരു നമ്മളെ പോലെ വിശ്വാസ ലോകത്ത് ബന്ധക്കോസ് ലോകത്തുള്ള ഒരു വാത്സല്യ സഹോദരനാണ്. हमारे जैसा ही पेंटिकोस के अनुभव में रहने वाला एक प्रिय भाई। ആരാണ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത്. നമുക്ക് അതിനകത്തെ ഒരു സത്യമാണ് എടുക്കാനുള്ളത്. അതിനകത്തുനിന്ന് ഒരു മെസ്സേജ് നമുക്ക് എടുക്കാനുള്ള അത്രയും മാത്രം ചിന്തിച്ചാൽ कौन है क्या है ये कोई पूछना नहीं, बस उसके अंदर से हमें एक सबक है, एक सीख है, बस उस सीख को लेना है। എനിക്ക് വളരെ പരിചയമുള്ള അനുഗ്രഹിതനായ ഒരു കർത്തൃദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു വിശ്വാസിയാണ് അദ്ദേഹം ആയിരുന്നു അദ്ദേഹം. और मुझे बहुत ही प्रेम करने वाला, मैं प्रेम करने वाला एक प्रभु का दास सेवा करता है, ऐसी एक कलीसिया में वो जाता था। അങ്ങനെയുള്ള ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഈ അംഗമായിരിക്കുന്ന ഈ വാത്സല്യ സഹോദരന്റെ ആത്മീയ ജീവിതത്തിന്റെ ചില മുരടിച്ച വശങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: ഇത്രയും നല്ല നിലയിൽ ദൈവത്തിന്റെ വചനം വളരെ ആത്മഭാരത്തോടെ ശുശ്രൂഷിക്കുന്ന എന്റെ സ്നേഹിതനായിരിക്കുന്ന ആ കർത്തൃദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിലാണല്ലോ നിങ്ങൾ കൂടുന്നത്. तो मैंने सवाल ये किया कि मैं इतना प्रेम करने वाला और प्रभु में बहुत ही आशीषित ऐसा एक प्रभु का दास जो कलीसिया चलाता है, आप वहां के सदस्य हो, എന്നിട്ട് നിങ്ങൾ ഇത്രയും ആത്മീയമായിട്ട് ഒരു ക്ഷീണാവസ്ഥയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ദൈവവചനം കിട്ടാത്തതിന്റെ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. तो इसके बावजूद आपकी आत्मिक जीवन जो है इतना शोषित क्यों है? ये तो प्रभु का वचन ना मिलने से तो नहीं है। അപ്പൊ ഇനി ഞാൻ പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം തന്ന മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. अब जो कहता हूँ वो ध्यान से सुनना। उनका जो जवाब था वो मैं മറച്ചു വെക്കാതെ എന്നോട് സംസാരിക്കുന്ന ഒരു രീതിയുള്ള ഒരാളായതുകൊണ്ട് തന്റെ പരമാർത്ഥതയിൽ തന്നെ ഉള്ള സത്യം തുറന്നു പറയുകയുണ്ടായി എന്നോട്. और क्योंकि वो मेरे साथ अक्सर खुलासे से बात करते हैं, इसलिए बिना कुछ छिपाते हुए अपनी निर्दोषता में मुझे सब कुछ सच बता दिया। ആ സമയത്താണ് ഈ മദ്യപിക്കുന്നില്ലെങ്കിലും കിക്കാകുന്ന അനുഭവം പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വിഷയം എനിക്ക് ബോധ്യപ്പെടാനിടയായത്. ഞാൻ പറയാൻ കാര്യം और उस समय मुझे ये बात समझ आया, अगर हम शराब ना भी पिए तो ऐसा हमें प्रफुल्लित करने वाली अन्य चीजों हम लोग जीवन में हो। അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ആമേൻ, എന്റെ പാസ്റ്ററെ, അദ്ദേഹം വളരെ നല്ല നിലയിൽ വചനം ശുശ്രൂഷിക്കുന്നു, വളരെ സത്യമാണ്. പക്ഷേ ഞാൻ അവിടെ കടന്നു എന്നിരിക്കുമ്പോൾ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് ഇന്ന വ്യക്തി 2 ലക്ഷം രൂപ തരാനുണ്ട് ഒരിടത്തു നിന്ന്. നാളെ എനിക്ക് 3 ലക്ഷം രൂപ വേറൊരാൾക്ക് കൊടുക്കണം. വേറൊരിടത്തു നിന്ന് എനിക്ക് ഒരു 50,000 രൂപ കിട്ടാനുണ്ട്. ആമീൻ. അപ്പോൾ തന്നെ അടുത്ത ആഴ്ചയിൽ എനിക്ക് വേറൊരു ബിസിനസ്സിന് വേണ്ടി കുറെ പണത്തിന് ആവശ്യം കിടക്കുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെ നടക്കുമെന്നുള്ള ഈ ചിന്തയും തലയിൽ വഹിച്ചുകൊണ്ടാണ് ഞാൻ ആ മീറ്റിങ്ങിന് പോയിരിക്കുന്നത്. तो उन्होंने जवाब ऐसा दिया कि प्रचार तो बहुत अच्छा होता है, लेकिन जब मैं वहां पर बैठता हूँ मेरे मन को जो नियंत्रण करता है वो ये बात है, एक व्यक्ति मुझे 2 लाख रुपए देने हैं, कहीं मुझे 3 लाख देना है, दूसरी ओर से मुझे 50,000 मिलना है और अगली एक व्यापार के लिए मुझे कुछ पैसे डालने हैं। ये तमाम बातें जो है मेरे सिर में कार्य करता है और इस बोझ के साथ मैं वहां पर प्रचार सुनने बैठता हूँ। ഇങ്ങനെയുള്ള ചിന്താഭാരത്താൽ താൻ മീറ്റിങ്ങിന് പോയിരിക്കുന്നതിനാൽ ദേവദാസൻ എത്ര ചങ്ക് തുറന്നു സംസാരിച്ചാലും തന്റെ തലയുടെ വചനം കേൾക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. और क्योंकि ये बोझ के साथ मैं वहां पर प्रचार सुनने बैठता हूँ, प्रभु का दास कितना भी अपना दिल फाड़ कर या दिल ठोक कर क्यों ना प्रचार करे, ये प्रचार मेरे दिमाग के अंदर नहीं आता। ആളുകൾ നോക്കുമ്പോൾ ഇദ്ദേഹം മീറ്റിങ്ങിന് വരുന്നു,
അറ്റൻഡ് ചെയ്യുന്നു, വചനത്തിന് മുമ്പാകെ ഇരിക്കുന്നു, അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ താൻ ഇൻവോൾവ് ആകുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്നു, പോകുന്നു. പക്ഷേ തന്റെ ആത്മീയ ജീവിതത്തിൽ തനിക്ക് വേണ്ടതുപോലെ ഉയരുവാനോ വ്യത്യാസപ്പെടാനോ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാനോ തനിക്ക് കഴിയുന്നില്ല. तो जब लोग देखते हैं तो ये व्यक्ति जो है निरंतर हर रोज संगतियों में आता है, वहां पर शामिल होता है, आत्मिक बातों में भी वो अपना सहभागिता दिखाता है, सब कुछ ठीक है, लेकिन उसके बावजूद उसके आत्मिक जीवन में वो उन्नति जो होना है वो नहीं हो सकता। അപ്പോൾ വിവിധ കാര്യങ്ങളാലുള്ള ആ വലിയ ചിന്താഭാരം തന്നെ തലയിൽ ഒരു വലിയ കിക്ക് ഉണ്ടാക്കി, ഒരു ലഹരി പിടിക്കുന്ന പോലെ ഒരു അവസ്ഥയുണ്ടാക്കി. तो अलग अलग चिंताएं जो उसके मन में है, ये तमाम चिंताओं के वजह से उसके मन में एक किक सा लगा रहता है, या फिर वो जैसे प्रफुल्लित होता है, उसका मन में काबू नहीं होता और इसलिए वचन उसके दिल में प्रवेश नहीं करता। ഇദ്ദേഹം ഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ എപ്പോൾ ഇദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഈ കിക്ക് ഇറങ്ങി പോകുമോ അപ്പോൾ മാത്രമേ, എന്നിട്ട് തന്നെ ഒരു സുബോധത്തോടെ ഇരിക്കുന്ന അനുഭവം ഉണ്ടാകും, അപ്പോൾ മാത്രമേ കാര്യങ്ങൾ തന്നെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. और अगर इसको किसी भी रीति से वचन को स्वीकार करना है तो जिस दिन अपने दिमाग से इन बातों को निकाल देगा और ये मतवालापन उसके मन से उतर जाएगा और पूरे विवेक के साथ वो प्रचार सुनने बैठेगा, उसी समय ये प्रचार की हुए बातें, ये वचन उसके दिल में प्रवेश करेगा। ഇനി നമുക്ക് മനസ്സിലാകുന്ന ഒരു അനുഭവം പറഞ്ഞാൽ നമുക്കൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വിഷയം സംബന്ധിച്ച് നമ്മളൊരു ടെൻഷൻ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ നമ്മളോട് സംസാരിച്ചാൽ അത് നമ്മൾ വേണ്ടതുപോലെ ഗ്രഹിക്കണമെന്നില്ല. अब दूसरी बात जो अक्सर हम लोगों के साथ होता है, मैंने भी कई मर्तबा अनुभव किया है, वो ये है, अगर किसी भी कारणवश हम लोग बहुत ही दबाव में और अगर तनाव में है और ऐसे समय पर कोई अगर हमसे कुछ कहता है तो जो बात वो व्यक्ति कहता है उसके ऊपर हमारा पूरा ध्यान नहीं होता। അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക, അത്രേ വേണ്ടത്. और इसीलिए यीशु मसीह ने कहा कि तुम्हें जो है किसी भी बात की चिंता नहीं करना है, तुम्हारी हर एक बात को प्रार्थना के साथ, विनती के साथ, दुहाई के साथ परमेश्वर के सामने रखना है। കിട്ടുന്ന അതിന്റെ മറുപടി തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 4 ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. और अगर ऐसा कोई करता है तो उसका जवाब भी उसके नीचे दिया है, फिलिपियों की पत्री 4 में से ये वचन है, तब परमेश्वर की शांति जो समझ से बिल्कुल परे है तुम्हारे हृदय और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेंगी। നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന, നമ്മളെ ആകുലചിന്തരാക്കി തീർക്കുന്ന കാര്യങ്ങൾ ഒരു നിമിഷം പോലും നാമായിട്ട് വഹിച്ചുകൊണ്ട് നടക്കാതെ, അത് ചുമന്നുകൊണ്ട് നടക്കാതെ പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. हमें प्रफुल्लित करने वाली, हमें किक देने वाली या ऐसा लहरी में हमें लाने वाली कोई भी बात किसी भी कार्यवश हमारे पास नहीं रखना है, ये पवित्र कलाम हमें सिखाता है और उसे हमें छोड़ देना है। ഇപ്പൊ പറയുന്ന ഈ വാക്യങ്ങളെ കുറിച്ച് പിന്നാലെ ഞാൻ കർത്താവ് അനുവദിച്ചാൽ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ അധികം വിവരിക്കുന്നില്ല, അടുത്ത ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. और अभी जो आयत हमने पढ़ा, समय मिला तो प्रभु की अनुमति हो तो आगे इसमें विस्तार से बात करेंगे, इसलिए अभी उसमें ज्यादा समय लेना नहीं चाहता, अभी हम वापस लौट आएंगे। അപ്പോൾ മദ്യപിച്ചില്ലെങ്കിലും മദ്യപിക്കുമ്പോൾ ഒരുവനുണ്ടാകുന്ന കിക്ക് പോലെ, ലഹരി പോലെ നമ്മുടെ മനസ്സ് അസ്വസ്ഥതമാകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ അത് കൈമാറണം. ദൈവത്തിന് സ്തോത്രം. तो अगर मतवालापन का मतलब, अगर शराब आप ना भी पीते हो या मदिरा आप ना भी पीते हो, शराब या मदिरा पीने से जो हाल हमारा मन का होता है, जो किक हमें मिलता है, वैसा कोई भी विषय अगर हमारे जीवन में है तो उस विषय को हमें परमेश्वर के सामने सौंप देना है। എന്റെ കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു, അവിടുന്ന് തിരുഹിത പ്രകാരം എന്തെങ്കിലും അതിന്മേൽ ചെയ്യുമെന്നുള്ള ബോധ്യത്തോടെ നാം സ്തോത്രം ചെയ്യുന്നവരാണ്. मेरा विषय मैंने परमेश्वर से कह दिया है, अब वहां से प्रभु के इच्छा के अनुसार वो उत्तर और वो कार्य करेगा, हम वो विश्वास करने वाले लोग हैं। ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ മറുപടി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതല്ല എനിക്ക് വിഷയം. ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തു, എന്റെ ദൈവം എനിക്ക് തരാൻ പോകുന്ന മറുപടി അവിടുത്തെ ഹിതപ്രകാരമുള്ളതായിരിക്കും.
मेरा उद्देश्य के अनुसार मुझे उत्तर मिले ना मिले इसका वहां पर कोई भी प्रसक्ति नहीं है, लेकिन मैंने जो परमेश्वर के हाथों में अपने विषय को सौंपा है, परमेश्वर के हित के अनुसार मुझे उत्तर मिलेगा, ये मेरा विश्वास है। എന്റെ കർത്തവ്യം എന്റെ കർത്താവിന്റെ കാര്യങ്ങളിൽ എന്റെ വിഷയം ഏൽപ്പിച്ച് ഫ്രീ ആകുക എന്നുള്ളതാണ്. मेरे जिम्मेदारी में अपने विषयों को प्रभु के हाथों में देकर अपने आप को खुला करूं। എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യുന്നവനാണ്. मेरा परमेश्वर मेरे लिए सब कुछ भलाई करने वाला है। ഞാൻ വിശ്വസ്തയോടെ തിരുമുമ്പിൽ നിന്നാൽ മാത്രം മതി. मुझे केवल विश्वास योग्यता से उसके सामने खड़ा रहना है। ഈ ബോധ്യത്തോടെയാണ് സ്തോത്രത്തോടെ അറിയിക്കുക എന്ന് പറയുന്ന നിലയിൽ നാം സ്തോത്രം പറയുന്നു. और इसी विवेक के साथ जब धन्यवाद के साथ कहने को बोलते हैं, हम धन्यवाद के साथ हमारे विषयों को प्रभु के हाथों में देते हैं। അങ്ങനെ നാം കർത്താവുമായിട്ട് ആ ലൈനിൽ വരുമ്പോൾ ആ വിഷയത്തിന് മറുപടി കിട്ടിയതുപോലെ ഒരു സമാധാനം ദൈവം ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു. और ऐसा जब होता है तो जब हमारे विषय को प्रभु के हाथों में धन्यवाद के साथ सौंपते हैं, तो जैसे उसका जवाब या उत्तर मिल जाता है, उस समय जो शांति होती है वैसा शांति वो हमारे दिल में पहले प्रदान करेगा। ആ സമാധാനത്തിന്റെ പേരാണ് ബൈബിൾ പറയുന്നു സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം. और वो शांति का नाम है जो प्रभु के कलाम में लिखा है, वो सारे जो विचारों के परे ऐसा प्रभु का, അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന ഒരു സമാധാനമാണ്. वो तमाम समझ के परे है, मनुष्यों के बुद्धि में वो समझ नहीं सकते। അത് ദൈവം അനുഭവിക്കുന്ന സമാധാനമാണ്. और वो परमेश्वर का समाधान है जो वो अनुभव करते हैं। ആ സമാധാനമാണ് പിതാവിൽ നിന്ന് യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. और वो शांति है जो यीशु मसीह जब संसार में आया पिता के माध्यम से उन्होंने अनुभव किया। വിഷയങ്ങളുടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ കാര്യം വളരെ ശ്രദ്ധയോടെ ഗ്രഹിക്കണമെന്ന് ദിവസത്തിൽ ഓർമ്മിക്കുക. अगर ऐसे कई तमाम प्रश्नों के बीच में से गुजरने वाले मसीही लोग हैं तो इन बात पर गौर करना। നമുക്കറിയാം ലോകത്തിലുള്ള ഏതൊരു ദൈവവേദനും അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതികൂലം അനുഭവിച്ചവരാണ് ലോകത്തിൽ നമ്മുടെ യേശു ക്രിസ്തു. संसार का कोई भी मसीही व्यक्ति ने जितना कष्ट और पीड़ना अनुभव किया है उससे कई ज्यादा हमारे यीशु मसीह ने अनुभव किया है। കർത്താവിന്റെ ഇഹലോക ജീവിതത്തിലെ ഓരോ ദിവസങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രതികൂലം, കർത്താവിനുണ്ടായ ലോകത്തിൽ വെച്ചുണ്ടായ പ്രതികൂലങ്ങളുടെയും കഷ്ടതയുടെയും മുമ്പിൽ അത് ഏതുമില്ലാത്തതാണ്. अगर यीशु मसीह के प्रतिदिन कष्टों को, उपद्रवों को और उनकी समस्याओं को अगर हम सीख ले तो हम जान पाएंगे हमारे आज का जो भी तकलीफ है, जो भी समस्या है, जो भी कष्ट अनुभव है, ये सब उसके सामने कुछ नहीं है। ഒരളവിൽ പറഞ്ഞാൽ കർത്താവിനേക്കാൾ അനേക മടങ്ങ് സൗകര്യത്തോടാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ വസിക്കുന്നത്. एक हिसाब से अगर कहे तो हमारे यीशु मसीह से भी कई ज्यादा एक अनुकूल परिस्थिति में आज हम इस संसार में है। ഇത്രയധികം കഷ്ടതയിലൂടെ കടന്നുപോയ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ കുറിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അസ്വസ്ഥനായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. अब इतना समस्याओं के द्वारा गुजरा हुआ व्यक्ति यीशु मसीह ने कहीं पर भी अपने इस कारण के वजह से वो अस्वस्थ है ऐसा कहीं भी अंकित नहीं किया गया है। കർത്താവ് ഒറ്റ സ്ഥലത്തും തന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞതായിട്ട് ഞാൻ വായിക്കുന്നില്ല പുസ്തകത്തിൽ. परमेश्वर कहीं पर भी अपने आप को याद करके या अपने लिए रोया ऐसा मैं नहीं पढ़ता पवित्र कलाम में। കർത്താവിന്റെ ഒന്ന് രണ്ട് കരച്ചിൽ ഞാൻ മറക്കുന്നില്ല. एक दो रोना मैं भूलता नहीं। ഒന്ന് അന്നത്തെ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കിലേക്ക് കർത്താവ് വന്നിട്ട് കർത്താവിനെ അവർക്ക് തിരിച്ചറിയാനോ കർത്താവിന്റെ വചനം ഏറ്റെടുക്കാനോ കഴിയാതെ പോയതുകൊണ്ട് യെരുശലേമിനെ നോക്കിക്കൊണ്ട് അവിടുന്ന് ഉറക്കെ കരഞ്ഞു നമ്മൾ വായിക്കുന്നു. एक हम पढ़ते हैं जब इजराइल में परमेश्वर आया तो अपने लोगों ने उसको पहचाना नहीं, स्वीकार नहीं किया, इसके मद्देनजर रखते हुए यरूशलेम को देखकर यीशु रोया, ये हम पढ़ते हैं। ആ വാക്യം ഏതാണ്ട് ഇങ്ങനെ പറയുന്നു, നമുക്ക് ഏവർക്കും ഓർമ്മ കാണും. അവൻ യെരുശലേമിനെ നോക്കിക്കൊണ്ട് ഉറക്കെ കരഞ്ഞു, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ വഹിക്കുന്ന പോലെ നിന്നെ എന്റെ ചിറകിൻ കീഴിൽ വഹിക്കാൻ എത്രയോ സമയം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല എന്നിവിടെ പറഞ്ഞുകൊണ്ട് കർത്താവ് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. यरूशलेम को देखकर ऐसा कहा गया कि जैसे एक मुर्गा अपने बच्चे को अपने पंखों के तले लेती है वैसे मैंने तुझे रखा फिर भी तूने नहीं पहचाना, ऐसा वहां पर लिखा गया है।
അപ്പോൾ മറ്റുള്ളവർ ദൈവവചനത്തോട് പുറംതിരിഞ്ഞ് നടക്കുന്നത് കണ്ട് അവർക്ക് വരാൻ പോകുന്ന നാശത്തെ ഓർത്താണ് കർത്താവ് കരഞ്ഞത്. तो दूसरे लोग परमेश्वर के वचन को स्वीकार ना करने से उनके जीवन में जो समस्या आने वाले है उसे देखकर यीशु मसीह रोया था. രണ്ടാമത് തന്നെക്കുറിച്ച് കരഞ്ഞ ഒരു കരച്ചിലുണ്ട്, അദ്ദേഹം മറക്കുന്നില്ല. और दूसरा अपने बारे में सोचकर जो यीशु मसीह रोया वो भी मैं नहीं भूलता. അത് നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പിതാവായ ദൈവം തന്നെ കൈവിടുവാനിടയായി തീർന്നു. ആ സമയത്ത് അവൻ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ കുറിച്ച് ഉറക്കെ കരഞ്ഞു. क्रूस के समय में, अपनी मृत्यु के समय में जब पिता परमेश्वर ने अपना मुंह यीशु मसीह से फेर लिया था, उस समय में आखिरी में चिल्ला के ऊपर यीशु मसीह रोया, हे मेरे परमेश्वर तूने मुझे क्यों त्याग दिया. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? तो उससे हम क्या समझ पाते हैं? ലോകത്തിലെ ഏത് പ്രതികൂലവും ഞാൻ സഹിക്കാം, ഏത് പീഡയും ഞാൻ സഹിക്കാം, ഏത് കഷ്ടവും ഞാൻ സഹിക്കാം, ഏത് നഷ്ടവും ഞാൻ സഹിക്കാം. പക്ഷേ എന്റെ പിതാവ് എന്നെ കൈവിടുന്നത്, അവിടുത്തെ കൂട്ടായ്മ എന്നിൽ നിന്ന് മാറിപ്പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. तो उससे हम इस बात को समझ सकते हैं, संसार का कोई भी कष्ट क्यों ना हो, कोई भी पीड़ा क्यों ना हो, कोई भी नुकसान क्यों ना हो, किसी भी प्रकार का उपद्रव क्यों ना हो, वो मैं सह सकता हूँ. लेकिन मेरे परमेश्वर के साथ, मेरे पिता के साथ अगर मेरी संगति व्यतिचलित होता है, अगर मेरी संगति टूट जाता है, तो वो मैं सहन नहीं कर सकता. ദൈവങ്ങളെ, അവൻ ഈ ലോകത്തിലെ സുഖത്തെക്കാളും ദുഃഖത്തെക്കാളും നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമായുള്ള കൂട്ടായ്മയാണ്. मसीह लोगों, ये संसार का दुख हो या आनंद क्यों ना हो, लेकिन उससे भी सबसे बढ़कर है हमारा यीशु मसीह के साथ का संगति. ആ കൂട്ടായ്മ നമുക്ക് ഉണ്ടെന്ന് വരികിൽ ബാക്കിയെല്ലാം അതിനേക്കാൾ ചെറുതായി മാത്രം നമുക്ക് കാണാം. ആ കൂട്ടായ്മയാണ് നമുക്ക് ഏറ്റവും വലുത്. अगर वो संगति हमारे जीवन में है तो अन्य तमाम समस्याएं हम छोटा होकर देखेंगे, और ये संगति हमारे लिए सबसे अहमियत रखता है. ഇരുന്നിട്ടും നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. और उस संगति में बैठने के बावजूद भी अगर किसी भी बात को लेकर अगर हमारा मन अस्वस्थ होता है तो तुरंत उस बात को धन्यवाद के साथ परमेश्वर के हाथ में सौंप देना. ഇല്ലെന്ന് വരികിൽ മുമ്പേ പറഞ്ഞ ലഹരി നമ്മളെ കടന്നു പിടിക്കാനിടയാകും. ऐसा अगर हम नहीं करते, जो पहला जो बोला था वो मतवालापन, वो किक हमारे जीवन में होगा. നമ്മളാരും മദ്യപിച്ചിട്ടല്ല ലഹരി പിടിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ടെൻഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ലഹരിയിലായി. तो आज जैसे लोग हैं शराब पीकर मतवाले नहीं होते, लेकिन इस तरह की जो तनाव है इस वजह से अस्वस्थ होकर हम जो मतवाले जैसे बन जाते हैं. എന്നാൽ കർത്താവിന്റെ അടുക്കലേക്ക് എത്തി കഴിയുമ്പോൾ ആ സകല ബുദ്ധിയെയും കവിന് സമാധാനം തരികയും നമ്മുടെ ഹൃദയങ്ങളും നനവുകളും വീണ്ടും ക്രിസ്തുയേശുവിൽ കാക്കപ്പെടാൻ ഇടയായി തീരുകയും ചെയ്യും. लेकिन परमेश्वर के पास अगर हम जाते हैं और धन्यवाद देते के साथ हमारी विषयों को प्रभु के पास हम रखते हैं, तो परमेश्वर की शांति जो तमाम समझ के बिल्कुल परे है, उससे वो हमारे हृदय को भर देगा. നോക്കുക കർത്താവായ യേശുവച്ചൻ ആമേൻ ഇത്രയധികം പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോയിരുന്നെങ്കിലും തന്റെ പിതാവിന്റെ ശബ്ദം എപ്പോഴും കേൾക്കുന്നവനായിരുന്നു. तो यीशु मसीह का जीवन को देख लीजिए, इतना प्रतिसंधि और इतना कष्ट के द्वारा गुजरने के बावजूद भी हर समय अपने पिता के वचन को ആ പിതാവിന്റെ വചനത്തിനൊത്തവണ്ണം മാത്രം നാം പ്രവർത്തിക്കുവാൻ വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. और वो पिता के वचन के अनुसार उसका आज्ञा का पालन कर कर ही सब कुछ करने के लिए बहुत ही ध्यानपूर्वक हर विषय को किया. അതുകൊണ്ട് പിശാചിന്റെ മുമ്പാകെ ഒരു വെല്ലുവിളിയുള്ള ജീവിതമായിട്ട് കർത്താവിൻ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. और इसलिए शैतान के सामने एक चुनौती का जीवन लेकर संसार में यीशु അപ്പോൾ നാം ആ നിലയിൽ ഒരു സമാധാനത്തിൽ എപ്പോഴും ആയിരിക്കണം. കൂട്ടായ്മയിൽ നമ്മൾ ഫ്രീ ആയിരിക്കണം. കർത്തദാസന്മാർ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കണം. ഏതെങ്കിലും വിഷയത്താൽ നമ്മൾ ടെൻഷനായി നമ്മുടെ തലയ്ക്ക് ഒരു കിക്ക് വരുന്ന പോലെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ദൈവത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആകണമെന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
और इसीलिए परमेश्वर हमारे बारे में यही इच्छा करता है, जब हम संगति में हो, हम ऐसे किसी तनाव में ना हो। जब हम प्रचार सुनते हो या जब प्रभु के दास लोग हमसे बात करते हैं, तब इस प्रकार का कोई भी किक या कोई भी मतवालापन हमारे मन में ना हो। अगर ऐसी अवस्था में ऐसी कोई भी चीज हमारे जीवन में अगर हो, तो धन्यवाद और प्रार्थना के साथ उसे परमेश्वर के हाथों में सौंप देना है। लेकिन हमें ऐसे किक और तनाव को लेकर कभी भी संगतियों में शामिल नहीं होना है। हमें अपना मन को और हमारे अपने आप को मुक्त करना है इन विषयों से। ഇപ്പോൾ മദ്യപാനത്തെ കുറിച്ച് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു തന്നെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ഈ കാര്യം ഗ്രഹിച്ചിട്ടില്ലാത്തവർ। तो अब मतवालापन के बारे में यीशु मसीह ने क्यों कहा और इसके पीछे क्या बातें हैं, आप लोग समझ चुके होंगे, ऐसा प्रभु में विश्वास और आशा रखता हूं। നമ്മൾ മദ്യപിക്കുന്നവരല്ലെങ്കിലും ഈ കിക്കിലേക്ക് നടത്തപ്പെടാതിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു। हम लोग शराबी नहीं है, लेकिन ऐसे मतवालेपन में हम अगुवाई ना किए जाए, ऐसा प्रभु हमारी इच्छा। കർത്താവ് തൊട്ട് പിന്നാലെ പറയുന്നത് അവൻ ഉപജീവന ചിന്തയുള്ളവരാകല്ലേ നിങ്ങൾ എന്ന് പറയുന്നു। और इस बात को कहने के बाद तुरंत यीशु मसीह कहता है, जीविका या जीवन की चिंताओं तुम्हें ना सताए। അപ്പോൾ ഈ കിക്കും ഉപജീവന ചിന്തയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാക്കണം। तो इससे हम समझ पाते हैं ये मतवालापन और जीवन की चिंताएं दोनों आपस में मिलजुल कर एक साथ पड़ा है। ആമേൻ ആമേൻ। നമുക്ക് എല്ലാവർക്കും ഉപജീവന ചിന്ത ഉണ്ടാകും, പക്ഷേ അത് ദൈവം ഉദ്ദേശിക്കുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് അത് പോകാൻ പാടില്ല। हम सब लोगों के जीवन में जीवन का चिंता जरूर होगा, लेकिन परमेश्वर चाहता है उससे ज्यादा या उससे बढ़कर नहीं होना चाहिए। നോക്കുക, ഈ ഉപജീവന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അതേ പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു പോയാൽ ഉണ്ടാകുന്ന ദോഷം എന്തെന്ന് ദൃഷ്ടാന്തത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്। तो ये जीवन की चिंताएं अगर हमारे जीवन में जो सीमा से भी ज्यादा या हद से ज्यादा हो जाए, तो उससे क्या होगा, उसका परिणाम क्या होगा, एक दृष्टांत के द्वारा यीशु मसीह ने हमें। ഇതിന്റെ അർത്ഥം ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ, നമ്മുടെ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ച് നാം ഒരു ചിന്തയും ഇല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കണമെന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത്। പരിധി വിട്ട ചിന്തകൾ നമുക്ക് പാടില്ല എന്നുള്ളത് പറയും। इसका मतलब ये नहीं है कि संसार की बातों को कोई विचार ना करते हुए हम अपने मनमानी से अपने जीवन को जिए और बिल्कुल आलसी हो जाए, ऐसा नहीं है। लेकिन एक हद से ज्यादा किसी भी विषय की चिंता नहीं करे, ये इसका मतलब है। നാം ചിന്തിക്കണം, ആലോചിക്കണം। അത് കർത്താവിനോട് കൂടെ ആയിരിക്കണം। നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അതിന്റെ കർത്തൃത്വം മുഴുവനും കർത്താവിനുള്ളതായിരിക്കണം। जो सोचना है उस विषय को सोचना है, जो अनिवार्य है जिसका विचार करना है उसका विचार करना है। लेकिन इतना मात्र ध्यान रखे, हमारा सोच और हमारा विचार दोनों ही यीशु मसीह के साथ होना है और उसका प्रभुता यीशु मसीह को करना है। ഇന്നലെ ഓർപ്പിച്ചതുപോലെ നിത്യതയുടെ കനാനിൽ നമ്മൾ എത്തുന്നത് വരെയും, ആ പ്രത്യാശയുടെ നാട്ടിൽ എത്തുന്നത് വരെയും നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തെ പിടിക്കണം। उस अनंतता कल जैसे याद लिखाया, उस अनंतता के देश में पहुंचने तक, उस आशा के कनान में पहुंचने तक यीशु मसीह ने हमारे लिए सारे प्रावधान को कर दिया है। ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചാൽ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്। അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇപ്പോഴും വിടുകയാണ്। उस विषय से कुछ ज्यादा कहना चाहता हूं, लेकिन अगर उस विषय में जाए तो हमारा जो विषय उससे हम भटक जाएंगे, इसलिए इतना कहकर उस भाग को वही छोड़ देते हैं। ഉപജീവന ചിന്ത നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന്റെ അനാവശ്യമായ ഉപജീവന ചിന്ത നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃഷ്ടാന്തമായി കർത്താവ് പറഞ്ഞ ഭൂമിയിലെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു। जीविका की चिंता या हद से भी बढ़कर जो जीवन का की चिंता है, ये हमको हमारा परिणाम वो नाश की ओर रहेगा। ये दृष्टांत के द्वारा आप लोगों को बताना चाहेंगे। മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിന്റെ 18-19 വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്। ആരെങ്കിലും വായിച്ചാൽ നന്നായിരുന്നു। അപ്പൊ 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ, മർക്കോസ് 4-ന്റെ 18-19 വാക്യങ്ങൾ। മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ടും ഇഹലോകത്തിലെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ നെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു। നമ്മൾ പഠിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയ അപകടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്നത്। इस भाग को जब हम पढ़ते हैं तो हमें यह आसान लगता है, लेकिन हम सोच नहीं सकते ऐसा बहुत ही ज्यादा खतरा इसके अंदर छिपा पड़ा है।
കർത്താവ് തന്റെ ഉപമകളില് ഈ വിതയെക്കുറിച്ചുള്ള ഒന്നിലധികം ഉപമകൾ सोचते हैं यीशु मसीह ने बोने के बारे में, ऐसा बीज के बारे में एक से ज्यादा जो है दृष्टांत बताए हैं। ഓരോ വിതയുടെ ഉപമയിലും ഓരോ ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത്, ഓരോ അർത്ഥമാണ്। और ये बीज बोने के बारे में हर एक दृष्टांत में एक से अधिक मतलब प्रभु यीशु मसीह ने इसके बारे में रखा है। ഇവിടെ പറയുന്ന ഈ ഉപമയിൽ ദൈവത്തിന്റെ നല്ല വചനം കേൾക്കുന്ന ദൈവമക്കളുടെ പല നിലയിലുള്ള ഹൃദയനിലയെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുകയാണ്। यहाँ पर यीशु मसीह के अच्छे वचन को सुनने वाले लोगों की हृदय की अवस्था जो है वो इस दृष्टांत के द्वारा बताया गया है। അതിന്റെ 15 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, ഈ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, നല്ല വിത്താണ് അദ്ദേഹം വിതയ്ക്കാൻ കൊണ്ടുപോയത്, ആ വിത്തിൽ ഒരു ഭാഗം വീണത് പാറയിലാണ് വീണത്, ഒരു ഭാഗം വീണത് വഴിയരികിലാണ് വീണത്, ഒരു ഭാഗം വീണത് മുള്ളിനിടയിലാണ് വീണത്, ഒരു ഭാഗം വീണത് നല്ല നിലത്താണ് വീണത്। ഇങ്ങനെ 4 നിലയിലുള്ള സ്ഥലത്ത് ഈ വിത്ത് വീണതിനെ കുറിച്ച് പറയുന്നു। तो यहाँ पर 15वां आयत से जब हम पढ़ते हैं मरकुस का सुसमाचार 4वां अध्याय, वहां पर 4 अलग अलग तरफ का जहाँ पर बीज गिरा है उस बारे में बताया गया है। एक जो अच्छे जमीन पर गिरता है, दूसरा झाड़ियों के बीच में जो गिरता है, राह में जो गिरता है, और जो अच्छे जमीन पर പാറയിൽ വീണതിനെ കുറിച്ചുള്ള ആത്മീയാർത്ഥങ്ങളും വഴിയരികിൽ വീണതിനെ കുറിച്ചുള്ള ആത്മീയാർത്ഥങ്ങളും ഇപ്പോൾ ഞാൻ തൽക്കാലം വിടുകയാണ്। रास्ते के किनारे जो गिरा था और चट्टान के बीच में जो गिरा, ये दोनों विषयों को मैं अब छोड़ देता हूँ। നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഈ പ്രധാന കേന്ദ്ര വിഷയത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്। ज्यादा समय नहीं है, इसलिए जो अहम बात है उसी पर खड़ा रहना चाहूंगा। ഇത് 4 ദൈവവചനം കേൾക്കുന്ന 4 രീതിയിലുള്ള ഹൃദയങ്ങളെയാണ് കാണിക്കുന്നത്, മനുഷ്യ ഹൃദയങ്ങളെയാണ് കാണിക്കുന്നത്। ये चारों अवस्था जो है प्रभु के वचन को सुनने वाले 4 किस्म के हृदय के बारे में है। നാം ഓരോ കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോഴും അനുഗ്രഹീതരായ കർത്തദാസന്മാരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് ലഭിക്കുന്നുണ്ട്। हर एक संगति में जब हम आते हैं तो आशीषित प्रभु के दासों के द्वारा बहुत ही आशीष से भरा हुआ वचनों को हम सुनते हैं। പക്ഷേ നമ്മളോട് തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, എനിക്ക് ലഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്കും വചനത്തിനും ഒത്തവണ്ണം എത്രമാത്രം ഞാൻ ആത്മീയമായി വ്യത്യാസപ്പെടുന്നുണ്ട്, ഉയരുന്നുണ്ട്? लेकिन अपने आप से हमको ये सवाल करना है, जो आत्मिक पोषण, आत्मिक आहार मुझे मिलता है, क्या उसके अनुसार मेरी आत्मिक बढ़ोतरी और आत्मिक बदलावट मेरे जीवन में हो रहा है या नहीं? 2 കൊരിന്തി 13 അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, 2 കൊരിന്തി 13वां अध्याय उसका आखिरी भाग को जब पढ़ते हैं, അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോസ്തലൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിക്കുക, നിങ്ങൾ കൊള്ളരുതാത്തവരായെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട് സത്യം। तो यहाँ पर हम देखते हैं प्रेरित पौलुस ये सवाल करता है कि तुम विश्वास में हो कि नहीं, अपने आप को जांचो, क्या तुम अपने विषय में यह नहीं जानते कि यीशु मसीह तुम में हो? ഇത് മറ്റൊരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, ഒരാളെ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, നാം നമ്മെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്। ये किसी अन्य व्यक्ति का न्याय करने के लिए, अन्य व्यक्ति का जांच के लिए नहीं, बल्कि अपने आप को जांचने का विषय में यहाँ पर लिखा गया है। ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും, ഓരോ ആത്മീയ ശുശ്രൂഷകൾ കഴിയുമ്പോഴും, ഓരോ വചന ശുശ്രൂഷ അനുഭവിച്ച് കഴിയുമ്പോഴും അതിന്റെ തലേ ദിവസത്തേക്കാൾ നമ്മൾ കുറെ കൂടി ആത്മീയമായി വ്യത്യാസപ്പെട്ടിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്। परमेश्वर हमारे जीवन से अपेक्षा करता है प्रतिदिन आत्मिक सेवाओं को बहल करने के बाद, प्रतिदिन उसका अनुभव करने के बाद, हर दिन जो हम लोग सुसमाचार सुनते हैं, उस सुसमाचार के बाद जो है पिछले दिन से भी ज्यादा एक बदलावट और एक आत्मिक उत्पन्न हमारे जीवन में होता है या नहीं, ये परमेश्वर देखता है। ദുഃഖത്തോടെ പറയട്ടെ, പലപ്പോഴും പലരും തങ്ങളെ തന്നെ വിധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ വിധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഉത്സാഹികളായിരുന്നു। बढ़ता है कि अपने आप को जांचने से भी ज्यादा आज के जमाने में लोग जो है सुसमाचार या सेवा सुनने के बाद दूसरों को जांचने में और न्याय करने में समय लगा देते हैं। നമ്മുടെ ഇടയിലും ഒരുപക്ഷെ അങ്ങനെ കാണത്തില്ലെങ്കിലും ഈ വചനം ഞാൻ പറഞ്ഞു പോകേണ്ടത് ആവശ്യമായിരിക്കുന്നുണ്ട്। हो सच में ऐसा नहीं हो, लेकिन क्योंकि कहना अनिवार्य है इसलिए ऐसा कहकर उस बात को छोड़ता हूँ। എപ്പോഴെങ്കിലും മറ്റൊരാളെ വിധിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ദൈവം അവന്റെ കൂട്ടത്തിൽ
ചോദിക്കുന്ന ചോദ്യമുണ്ട്, മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ अगर किसी में ऐसी प्रवणता है किसी और का न्याय करने में, तो यीशु मसीह उनसे सवाल करता है, दूसरे के दास को न्याय करने के लिए तू कौन? ആ ഒക്കുമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനപ്പുറത്ത് നമുക്ക് വിധിക്കാൻ അനുവാദമില്ല. हो सकता है तो तुम उसके लिए प्रार्थना करो, इससे बढ़कर उसका न्याय या उसको दंड या शिक्षा देने की आपकी कोई भी आपको अधिकार नहीं. എന്നാൽ നമുക്ക് വിധിക്കാൻ ദൈവം അധികാരം തന്നിരിക്കുന്നതും അനുവാദം തന്നിരിക്കുന്നതും നമ്മെ തന്നെ വിധിക്കുന്ന കാര്യത്തിലാണ്. लेकिन अगर किसी को न्याय करने का, दोष लगाने का या जांचने का अधिकार परमेश्वर ने दिया है, तो हमें अपने आप को न्याय करने का अधिकार दिया है. എത്രമാത്രം ഞാൻ ഈ പത്യവചനമാകുന്ന ഉപദേശമാകുന്ന വചനത്തിനകത്ത് നിൽക്കുന്നുവെന്ന് എനിക്ക് എന്നെ വിധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. जितना या कितना मैं इस पक्का और पुख्ते वचन के अंदर में अपने आप को सुरक्षित रखा हूँ, इस बारे में मैं अपने आप के ऊपर न्याय और जांच कर सकता हूँ. എന്റെ പഴയ മനുഷ്യൻ ഇപ്പോഴും എന്റെ കൂടെ ആ പഴയ പ്രവൃത്തികളുമായിട്ടുണ്ടോ, അതോ ക്രിസ്തുവിൽ ഞാൻ പുതുമനുഷ്യനായിരിക്കുന്നുവോ എന്ന് എനിക്ക് ഓരോ പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ ഞാൻ ഡീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ മുമ്പിൽ എനിക്ക് എന്നെ തന്നെ പരീക്ഷിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. मेरा पुराना मनुष्यत्व, उसकी अवस्था कैसा है कि आज भी मैं वैसा ही हूँ, या क्या मैं अपने आप को सलीब पर लगा लिया हूँ, या फिर आने वाले सामना करने वाले हर एक परेशानी, हर एक मेरा जो काम है उसके सामने मैं अपने आप को वचन के अनुसार में न्याय कर सकता हूँ. അതെ, ഒന്ന് കൊരിന്തി 11 അധ്യായത്തിലെ വാക്യം കൂടെ അതിനോട് ചേർത്ത് पहले अध्याय के वचन को भी इसके साथ कहना चाहूंगा. അമ്മ കർത്തൃമേശയോട് ബന്ധപ്പെട്ട ഒരു കോണ്ടസ്റ്റിലാണ് ആ കാര്യം പറയുന്നതെങ്കിലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ വാക്യം ഉപയോഗിക്കുന്നത് നല്ലതാണ്. प्रभु भोज की पृष्ठभूमि में इस वचन को लिखा गया है, लेकिन हमारे जीवन की हर परिस्थिति में ये वचन लागू किया जा सकता है. അവിടെ ഇങ്ങനെ പറയുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. वहां पर लिखा है कि अगर हम अपने आप को जांचते हैं तो दंड न पाएंगे. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതര ഭാഷയിലും ആ വാക്യം നോക്കിക്കൊള്ളുക. പിന്നത്തതിൽ 1 കൊരിന്തി 11 അധ്യായത്തിൽ നിന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. पहले कोरिन्थी 11वां अध्याय उसका 31वां आयत से हमने कहा था. इस बात को जब समय मिले आप पढ़. അവിടെ പറയുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. तो वहां पे लिखा है कि यदि हम अपने आप को जांचते हैं तो हम दंड ना पाएंगे. എന്താണ് അതിന്റെ അർത്ഥം? इसका मतलब ഞാൻ എന്നെ തന്നെ വിധിച്ച് എന്റെ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ ഈ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചിട്ടും ആത്മീയമായി ഉയരാതിരിക്കുന്ന അനുഭവങ്ങളും മനസ്സിലാക്കി എന്നെ ക്രമീകരിച്ചാൽ നാളെ വരാൻ പോകുന്ന ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ ഒഴിയുമെന്നാണ് അവിടെ പറയുന്നത്. तो इसका मतलब क्या है? मैं अपने आप को जांचते हुए मुझे जो आत्मिक सेवा मिला है, जो प्रचार मैंने सुने हैं, जो वचन मैंने पाए हैं, इसके अनुसार मुझ में अगर बदलावट नहीं हुआ है तो मुझे मसीह के साथ क्षमा मांगना है, मेल मिलाप करना है. और वो इसलिए करना है ताकि आने वाले दिनों में, परमेश्वर के दिन में, वो दंड का मैं वारी ना बनूं. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ എന്നെ ഇങ്ങനെ വിധിച്ച് എന്നെ മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ ആത്മീയമായി ഇംപ്രൂവ് ചെയ്യാൻ ഉത്സാഹിച്ചാൽ ദൈവം എന്നെ കുറ്റം വിധിക്കുന്ന വിധിയിൽ നിന്ന് ഞാൻ ഒഴിവുള്ളവനായി തീരും. और दूसरी तरफ से इसको सोचे, इसको ऐसा भी कहा जा सकता है, अगर मैं अपने आप को न्याय करके मैं अपने आप को अगर दंड देता हूँ और मैं अपने विषय में सुधार लाता हूँ, तो परमेश्वर के न्याय के दिन में जो न्याय परमेश्वर मेरा करेगा और यीशु मसीह का दंड जो है उससे मैं बच जाऊंगा. ചില വിഷയങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് ഇടയ്ക്ക് ഒരു കൗണ്ടർ പോയിന്റ് പോലെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ പ്രധാന ഭാഗം നമ്മൾ മറന്നു പോകരുതെന്നും കൂടി ഓർമ്മിക്കുന്നു. कुछ विषयों को बीच बीच में से जब मैं ऐसा कहता हूं तो ये पंक्तियों के बीच में हमारा जो मेन विषय है उसको आप लोग भूलना नहीं. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പ്രസ്താവിക്കുന്നു ആരുടെയെങ്കിലും ഉള്ളിലൊരു സംശയം ഉണ്ടായാൽ, क्यों ऐसा बीच बीच में इन बातों को कहा जाता है? किसी के हृदय में अगर कोई संदेह अगर है, അടുത്ത സമയത്ത് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സത്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. नजदीकी समय में हाल ही में प्रभु ने जो मुझे एक सच्चाई समझा कर दिया, वो आप लोगों को बताना चाहूंगा. അതിന് സമയമുള്ളപ്പോൾ 2 ശമൂവേൽ 5-ാം അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിന്റെ പ്രാരംഭ ഭാഗം വായിക്കുന്നത് ഇപ്പോൾ വായിക്കണ്ട. 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം വായിക്കുന്നത് നല്ലതാണ്. जब समय मिले दूसरा शमूएल 5वां अध्याय उसका आरंभ की आयतों को पढ़ेंगे तो अच्छा होगा. अभी नहीं, जब समय मिले तब पढ़ना. അവിടെ നമ്മുടെ ദാവീദ് യെബൂസ്യരോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുന്നത്. യെബൂസ്യരോട്, സിയോൻ കോട്ട, ഇന്ന് സിയോൻ കോട്ട എന്ന് പറയുന്ന
ആ സ്ഥലം പിടിച്ചെടുക്കുവാൻ വേണ്ടി യെബൂസ്യരോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. वहां पर दाऊद जो है यहूसी लोगों के बीच में कूच करने के लिए, युद्ध करने के लिए निकल पड़ने की बातों को वहां हम पढ़ते हैं. 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. दूसरा शमूएल 5 उसका 6 आयत. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടയാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിന്റെ നഗരം. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വാക്യം വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഈ മീറ്റിംഗിന് ശേഷം നമ്മുടെ പേഴ്സണൽ ഡിവോഷന്റെ സമയത്ത് കൂടുതൽ ആരെങ്കിലും ധ്യാനിച്ചിട്ടില്ലാത്തുണ്ടെങ്കിൽ ധ്യാനിക്കുന്നത് ഒരു അനുഗ്രഹം. तो अगर ये वचन जो हमने कहा अपनी पर्सनल आपका डिवोशन के समय में, मगन करने के समय में, ध्यान करने के समय में ये वचन जो पढ़ा 2 शमूएल 5 उसका 6 आयत, इस पर आप थोड़ा मगन करना. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. इसमें से मैंने जो समझा वो आत्मिक बात आपको बताना चाहूंगा. യെബൂസ്യരോട് യുദ്ധം ചെയ്യാൻ ദാവീദ് കടന്നു ചെല്ലുമ്പോൾ യെബൂസ്യര് തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിന്നെ ജയിക്കാന് ഞങ്ങളുടെ ഇവിടെയുള്ള കുരുടരും മുടന്തരും. यहाँ पर यबूसियों के ऊपर चढ़ाई करने के लिए जब दाऊद जाता है, वो लोग दाऊद से कहते हैं कि तेरे ऊपर विजय प्राप्त करने के लिए हमारे यहाँ के अंधे लंगड़े यही. ആമേൻ. അവരുടെ കുരുടരും മുടന്തരും അത്രയ്ക്ക് ശക്തരാണ് ദാവീദിനോട് യുദ്ധം ചെയ്ത് തന്നെ കീഴ്പ്പെടുത്താനെന്ന് അർത്ഥം. तो वहाँ के अंधे और लंगड़े इतने सशक्त है, वो दाऊद से लड़ाई कर उस पर जीत हासिल करेंगे. ये സമാന്തരമായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, और समांतर रूप से ऐसा कहना चाहूंगा. ദൈവമക്കളായ നമ്മളിൽ പലരും, ചിലപ്പോൾ ഞാനും, ഹൃദയത്തിൽ അഭിമാനിക്കും, ഏറ്റവും വലിയ പാപമായിരിക്കുന്ന മദ്യപാനത്തിന്റെ മേൽ എനിക്ക് ജയമുണ്ട്. ആമേൻ. അതുപോലെ തന്നെ മോഷണത്തിന്മേൽ എനിക്ക് ജയമുണ്ട്, കുലപാതകത്തിന്റെ മേൽ എനിക്ക് ജയമുണ്ട്, വ്യഭിചാരം എന്ന് പറയുന്ന ആ ഹീനമായ കാര്യത്തിന് എനിക്ക് ജയമുണ്ട്. ഇങ്ങനെ പട്ടികയിലുള്ള വലിയ വലിയ പാപങ്ങളുടെ മേൽ എനിക്ക് ഭയങ്കര ജയമുണ്ട്. ആ കാര്യങ്ങളുടെ മേലൊക്കെ എനിക്ക് ജയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളുടെ മേൽ ഞാൻ ജയം. तो कई मर्तबा हमारे साथ जो होता है, हम ये कहते हैं कि बड़े बड़े पाप जो सूची में रेखांकित किया है, जैसे चोरी करना हो या किसी का खून करना हो या फिर व्यभिचार करना हो, मूर्ति पूजा हो, ऐसी तमाम बातें जो है उस पर हम लोग जय भी पा लेते हैं. എന്നാൽ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവയുടെ മേൽ നിനക്ക് ജയമുണ്ട്, എന്നാൽ ചില നിന്റെ ജീവിതത്തെ അലട്ടുന്ന ചില മുടന്തൻ പാപങ്ങളുണ്ട്, അതിന്റെ മേൽ നിനക്ക് ജയമുണ്ടോ? तो परमेश्वर कहता है कि इन पापों के ऊपर तो तेरा जय है, लेकिन तेरे जीवन में तुझे ठोकर देने वाली ऐसा लंगड़े पाप है, क्या उस पर तुझे जय? ചിലങ്ങൾ പാപത്തിന്റെ ലിസ്റ്റിൽ പോലും എത്തിയിട്ടില്ല. कुछ लोग तो पाप के लिस्ट में भी उसको नहीं रखा है. ഞാൻ ഒരു വേദഭാഗം വായിച്ചോട്ടെ. കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനത്തിലേക്ക് हम पढ़ेंगे. ആമേൻ. എന്റെ അടുത്തോട്ടെ കൊലോസ്യ ലേഖനത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു വേദഭാഗമാണ്. സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. വായിക്കാമോ? कुलुस्सियों की पत्री 3रा अध्याय 12 से लेके आगे पढ़ेंगे तो कुछ विषयों को हम देख सकते हैं. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതര ബന്ധമായ സ്നേഹം ധരിപ്പീൻ. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? परमेश्वर ने जैसे हमसे क्षमा किया, क्या उस रीति से हम औरों को क्षमा कर पाते हैं? കർത്താവ് ക്ഷമിക്കുക മാത്രമായിരുന്നില്ല, മറക്കുകയും കൂടെ ചെയ്യുന്നവനായിരുന്നു. तो परमेश्वर ने केवल क्षमा नहीं किया, लेकिन वो भूल भी गया. നാം പ്രാപിച്ച നീതീകരണത്തിന്റെ ആഴം പഠിക്കുമ്പോൾ हमने जो धर्मीकरण पाया है उसकी गहराई को जब हम ആമീൻ. അതെ, നമ്മുടെ മാനസാന്തരം വളരെ ജെന്യൂൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാപം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കാണുന്നത് പോലെയാണ് നീതീകരിക്കപ്പെട്ട നിമിഷം മുതൽ ആ പാപത്തിൽ ദൈവം നമ്മെ കാണുന്നത്. तो हमारा मन फिराव अगर सही मायने का मन फिराव हो
तो उस पाप के प्रति जैसा किसी व्यक्ति ने कभी पाप किया ही नहीं हो, वो पाप नहीं किया हो, इस दृष्टिकोण से परमेश्वर फिर हमें देखता है। ആമീൻ. ഈ നിലയിൽ നമുക്ക് മറ്റുള്ളവരെ എല്ലായ്പ്പോഴും ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? इस रीति से ऐसा तमाम लोगों से एक समान क्या हम प्रेम कर पाते हैं? ആമീൻ. സങ്കീർത്തനങ്ങളിൽ ഒന്നിലിങ്ങനെ വായിക്കുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. भजन संहिता में हम पढ़ते हैं, हमारे गुस्से को फेंक दो और क्रोध को तज कर दो। അത് കഴിഞ്ഞ് ഒരു വാക്കൂടെ പറയുന്നു, മുഷിഞ്ഞു പോകരുത്. और दूसरा वचन में लिखा है कि हम वहां थक। ഒരു വ്യക്തിയെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു മുഷിച്ചില് പോലും ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുക. एक व्यक्ति के बारे में हमारे हृदय में बिल्कुल भी एक छोटी सी गलत चिंता भी नहीं होना है, ऐसा वहां लिखा है। ആ മുഷിച്ചിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ലെന്ന് വരികിൽ സ്വർഗം പറയുന്നത്, ആമേൻ, അത് ദോഷത്തിനേ കാരണമാകത്തുള്ളൂ. और एक व्यक्ति के प्रति ऐसा एक विचार हमारे मन से नहीं जाता तो प्रभु का वचन कहता है वो केवल दोष की ओर हमें ले जाएगा। ഈ ലോകത്തിലെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ പലതും ദോഷമായി തീരാൻ അത് വളരെ മതിയാകും. മാത്രമല്ല, ചിലപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാനും അത് ധാരാളം മതിയാകും. और इस संसार में हमें दोष की ओर ले जाने के लिए कई मर्तबा ये काफी है। इतना ही नहीं, हमारे परमेश्वर के आगमन में हम छूट जाने के लिए भी ये कारण काफी है। ആമീൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ ഒരു ഭാഗം കൂടി ഓർമ്മിച്ചോട്ടെ. एफिसियों की पत्री 5वां अध्याय से कुछ बातें बताना चाहूंगा। 5-ാം അധ്യായത്തിന്റെ പലതും വായിക്കേണ്ടതാണെങ്കിൽ ഞാൻ ചുരുക്കി പറയുന്നു. 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, एफिसियों की पत्री 5:3, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. और जैसे വിശുദ്ധന്മാർക്ക് ഉചിതം. और जैसे पवित्र लोगों के योग्य है, वैसे तुम में व्यभिचार और किसी प्रकार के अशुद्ध काम या लोभ की चर्चा तक न हो। ഒട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. പൊട്ടച്ചൊല്ല് എന്നുള്ളതിന്റെ ശരിയായ മലയാള ഞാൻ അടുത്ത ദിവസം പഠിച്ചത് തെരുവ് ഭാഷ എന്നാണ്. കോളേജിലും സ്കൂളുകളിലും ഇതര കലാലയങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന ചില കോമൺ ടോക്കിന്റെ വാക്കുകളുണ്ട്. ഇന്ന് ഭവനങ്ങളിൽ അത് സാധാരണ ഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. तो और निर्लज्जता, मूढ़ता की बातचीत, यहाँ पर मूढ़ता की बातचीत को जो मैंने हाल ही में जो सीखा है वो ये कि रास्ते का या फिर रास्ते का जो हमारा भाषा है वो घर में नहीं लाना, हमारे बीच में नहीं होना। आजकल के युवकों के बीच में जो स्कूल और कॉलेज में जो भाषा है वो भाषा हमारे घर में बिल्कुल भी नहीं होना। ആമീൻ. ആമീൻ. അതിന്റെ താഴെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. എന്നാൽ സമയം പോകുന്നതുകൊണ്ട് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുതെന്ന് പറയുന്നു. सारे आयतों को पढ़ना है लेकिन समय नहीं है, इसलिए 6ठा आयत उसमें लिखा है, कोई तुम्हें व्यर्थ बातों से धोखा। കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ ഒന്നും കാര്യമില്ല, അത്രയൊന്നും സാരമുള്ള കാര്യമല്ല, ഈ പറയുന്ന ആളുകളൊക്കെ ഇങ്ങനാണോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു രീതിയിൽ അയഞ്ഞ പഠിപ്പിക്കുന്ന ആളുകളുടെ വ്യർത്ഥ വാക്കുകൾ നമ്മളെ ചതിക്കരുതെന്നാണ് പറയുന്നത്. इसका मतलब यह है, जब हम लोग इन बातों को सीखते हैं उसको हल्के में नहीं लेना। कभी ये नहीं कहना ये तो साधारण सी बात है, अन्य लोग भी वो भी ये करता है, ये भी ये करता है, और इस तरह से एक उपदेश जो है ढीला उपदेश में आप लोग धोखा नहीं खाना। നമുക്ക് വിഷയത്തിലേക്ക് ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആമീൻ. അവിടെ യെബൂസ്യര് പറയാണ്, നിന്നെ തോൽപ്പിക്കുവാൻ ഞങ്ങളുടെ കുരുടരും മുടന്തരും മതി. हमारे विषय की ओर हम आएंगे। वहां पर लिखा है कि तुझे दाऊद को हराने के लिए हमारे अंधे और हमारे लंगड़े काफी है। സമാനമായിട്ട് ഇന്ന് പിശാച് നമ്മളോട് ചില സന്ദർഭങ്ങളിൽ പറയാൻ സാധ്യതയുണ്ട്. ആമീൻ. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടയുവാൻ, നിന്റെ ആത്മീയത്തിന്റെ വളർച്ചയെ തടയുവാൻ ആമീൻ ചില മുടന്തൻ ഭാവങ്ങളുണ്ട്, അത് മാത്രം മതി. समांतर रीति से आज के जमाने में शैतान भी हमसे कहता है कि तेरे आत्मिक जीवन को नाश करने के लिए या तेरी आत्मिक जीवन में ठोकर डालने के लिए बड़े पापों की जरूरत नहीं है, ऐसे अपंग पापे ही काफी है। ഓർക്കുക, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. इब्रानी की पत्री 12वें अध्याय में हम ऐसा पढ़ते हैं। അതിന്റെ പ്രാരംഭ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക.
वहां पे लिखा है कि सारा पाप और जकड़े रखने वाले तमाम बातों को छोड़कर हमारी दौड़ को बहुत ही स्थिरता से हमको दौड़ना है। ഭാരത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് അവിടെ പറയുന്നത് മുറുകെ പറ്റുന്ന പാപം. और दूसरा जो लिखा है उलझाने वाले पाप. എന്താണ് മുറുകെ പറ്റുന്ന പാപം? ये कौन से पाप है जो उलझाने वाले पाप है? ദൈവമക്കൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കർത്താവ് ഗൗരവമായി സംസാരിപ്പിക്കുന്നു. परमेश्वर के लोग उपवास और प्रार्थना में शायद इसीलिए प्रभु की आत्मा ऐसे वचनों को दे रहा है. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രയർ നമുക്ക് ഇഷ്ടം പോലെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. ഈ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഏതെല്ലാം മുടന്തം പാപങ്ങൾ എന്നെ വിട്ടുമാറാൻ ഇനി ബാക്കിയുണ്ട്, അത് ഒരു കരുണയിലില്ലാതെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവ് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നിലുണ്ട്, എനിക്ക് അതിന്മേൽ പൂർണ്ണ ജയം തരണം, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ ഈവിൾ ഫോഴ്സിനെ എന്റെ ജീവിതത്തിൽ നിന്ന് കുടിയൊഴിച്ചു മാറ്റണമെന്ന് വളരെ പോരാടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഓ റിവന ഹത്തുന രക്തശൈതരാധന. इन दिनों में उपवास और प्रार्थना के समय में प्रार्थना के लिए बहुत समय है, इसलिए हमारी व्यक्तिगत प्रार्थनाओं में हमें प्रार्थना करना है कि इस तरह अंधी और लंगड़ी जो पापे हैं या अपंग पाप अगर मेरे जीवन में है, उसे प्रभु के सामने निष्क्रिय होकर प्रभु के सामने उसको खुलासा करके प्रार्थना करना, प्रभु ऐसा कोई भी पाप मेरे जीवन में अगर हो उसको पूर्ण रूप से मेरे जीवन से निकाल फेंकना और उसकी अंधकार की ताकत को मेरे जीवन से हटा देना। ऐसे हमें लड़ाई करते हुए परमेश्वर में प्रार्थना में जागरूक रहना है. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. प्रभु की हम स्तुति करेंगे. हालेलुया. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എന്താണ് മുറുകെ പറ്റുന്ന പാപം? മുറുകെ പറ്റുന്ന പാപത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഭാഗം വിടുകയാണ്. प्रभु के नाम की महिमा हो. तो वो ये पकड़ने वाला पाप कौन सा है, इसे उलझाने वाले पाप कौन सा है, इसके बारे में संक्षेप में बताकर उस भाग को छोड़ना चाहूंगा. ഞാന് അതിനെ കുറിച്ച് പരിശോധിച്ച് പഠിച്ച് എനിക്ക് മനസ്സിലായത് അനുദിന ജീവിതത്തിലെ പരിചയം കൊണ്ട് ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു പോയ ചില സ്വഭാവങ്ങൾ എന്താണ്? അനുദിന ജീവിതത്തിലെ പരിചയം കൊണ്ട് ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു പോയ ചില സ്വഭാവങ്ങൾ. इसके बारे में जब मैंने सीखा, जो मुझे समझ आया, हमारी रोजमर्रा के जीवन में जिसको हम हर रोज करते आए हैं, वो जो हमारी आदत बन चुकी है, ऐसा पाप. ആരോ കൂടെ ജോലി ചെയ്യുന്ന ആളോ കൂടെ പഠിക്കുന്ന ആളോ എന്തോ ഒരു ജോക്ക് പറഞ്ഞു, അപ്പൊ നമ്മൾ കൂടെ ഒരു ജോക്ക് പറഞ്ഞു, എന്തോ ഒരു പൊട്ടച്ചൊല്ല് പറഞ്ഞു, എന്തോ ഒരു കളിവാക്ക് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു. ഇപ്പൊ ആ രീതിയിൽ നിന്ന് നമുക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മാറാൻ കഴിയാത്തതുപോലെ അത് നമ്മൾ സ്ഥിരപ്പെട്ടു പോയി ചില സ്വഭാവങ്ങൾ. उदाहरण के लिए अगर कहा जाए तो हमारे दफ्तर में या जब हम काम करते हैं, हमारे साथ काम करने वाले कोई चुटकुला सुनाता है, हम साथ में हंसते हैं या फिर हम भी चुटकुले सुनाते हैं, और ऐसा करते हुए आज इस परिस्थिति में पहुंचा है, हम इससे बाहर निकलना चाहते हैं, उसके बावजूद नहीं निकल सकते क्योंकि ये अब हमारा आदत बन चुका है. ഷാജു മറുഭാഗത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓ നീ കൊലപാതകം ചെയ്തില്ലല്ലോ, നീ വ്യഭിചാരം ചെയ്തില്ലല്ലോ, നീ മോഷ്ടിച്ചില്ലല്ലോ, ഇതര പാപകർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ ഒരു തമാശ പറഞ്ഞതല്ലേ ഉള്ളൂ, ഒരു പൊട്ടച്ചൊല്ല് പറഞ്ഞതല്ല ഉള്ളൂ, ഒരു കളിവാക്ക് പറഞ്ഞതല്ല ഉള്ളൂ. അതൊന്നും ഒരു പാപമല്ലെന്ന് പറഞ്ഞ് നമ്മളെ അവൻ സാന്ത്വന വാക്കുകളാൽ നമ്മൾ സമാധാനിപ്പിക്കും. അവന്റെ ഉള്ളം പറയുന്നത്, എടാ നിന്റെ ഈ മുടന്തൻ പാപം മതി, നിന്റെ ഈ കുരുടൻ പാപം മതി, എനിക്ക് നിന്നെ എന്റെ കൂടെ ആക്കിക്കൊണ്ടുപോകാൻ. दूसरे तरफ से शैतान हमसे ये कहेगा कि अरे तू तो चोरी नहीं करता, तू व्यभिचार नहीं करता, तू कुछ और बड़े बड़े पापों को जो रुचि वो लिस्ट में है वो नहीं करता, तो ये तो कोई बात नहीं, ये तो केवल हंसी मजाक है, ये तुझे कुछ कोई हानि नहीं पहुंचाएगा. लेकिन शैतान अपने मन में हंसता है कि ये अपंग पाप, ये अंधा पाप या ये लंगड़ा पाप, ये काफी है तुझे मेरे साथ करने में और तेरी अनंतता को दूर करने के लिए. സ്തോത്രം. ആകയാൽ നല്ല വചനം വന്നു വീണിട്ട് നമ്മുടെ ആത്മജീവിതം പുരോഗതിയുള്ളതായി ഓരോ ദിവസവും മുന്നേറണമെന്ന് വരികിൽ നമ്മുടെ ഹൃദയമാകുന്ന നിലത്തെ നമ്മൾ തിരിച്ചറിയണം. तो ऐसा है कि जो भी वचन हम सुनते हैं वो आए दिन हमारे जीवन में उत्पन्न हो, हमारे जीवन में बढ़ोतरी लाए. तो अच्छे जमीन पे गिरा हुआ उस बीज की तरह हमारे हृदय को हमें उस खलियानों की तरह तैयार करना है ताकि बीज उस पर गिरकर वो उपज लाए.
ഉപജീവന ചിന്ത എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അതിനെ നിസ്സാരമായി കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. നാം ചിലതരം വലിയ പ്രസംഗങ്ങളും വലിയ വചനങ്ങളും കേൾക്കുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് നാം തിരിച്ചറിവുള്ളവരായിരിക്കണമെന്ന് ദൈവാത്മാവ് ഓർമ്മിക്കുന്നത് പോലെ. तो जीवन की चिंताओं को बारे में जब हम सोचते हैं तो उसको हल्के में ना लेते हुए, जैसे बड़े बड़े पापों की चर्चा किया जाता है वैसे ही ये पाप भी हमें बिल्कुल उसी श्रेणी में ले जाता है। इस बात को हम समझे, ये पवित्र आत्मा इच्छा करता है। അടുത്തവന്റെ കാന്തയുടെ ആത്മീയ സൗന്ദര്യം എന്താണെന്നതിനെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഉള്ള ഭാഗങ്ങൾ ചിന്തിക്കാമെന്ന് കരുതി ഞാൻ ആ ഭാഗം വിടുകയാണ്. आने वाले दिनों में परमेश्वर का दुल्हन को कैसा होना है, उस भाग को जब विचार करेंगे तो इन बातों को और भी गहराई से सोचेंगे। ऐसा आशा रखते हुए उस भाग को वहां छोड़ देता हूँ। ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് പറഞ്ഞത്, ആദ്യം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതുപോലെ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ വലഞ്ഞു പോകരുത്, മദ്യപാനത്താൽ വിലഞ്ഞു പോകരുത് പറഞ്ഞിട്ട് ഉപജീവന ചിന്തകൾ നിങ്ങളെ തകർത്തു കളയരുതെന്ന് കർത്താവ് പറയുകയാണ്. इसलिए हमारे जीवन में जैसे हमने पहले कहा था, हमारी जीवन जो है वो खुमार की वजह से, मतवालेपन की वजह से और जीवन की चिंताओं की वजह से ऐसा हमारे साथ ना हो, ये प्रभु का वचन कहता है। ഒരു ചെറിയ കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ നിസ്സാരമാക്കരുത്. एक छोटी बात है कहकर हम इसको हल्के में नहीं लेना। ചെറിയ മുടന്തനും കുരുടനുമാണ് ദാവീദിനെ തോൽപ്പിക്കുവാനായിട്ട് തന്നെ വിഷമിപ്പിച്ചത്. छोटा एक लंगड़ा और एक अंधा ऐसे अपंग लोग ही थे जो दाऊद को हराने के लिए वहां पर दाऊद को मुश्किल में डाल दिया। 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വായിക്കുന്നു 7-ാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ പറയുന്നു, എന്നിട്ടും ദാവീദ് സീയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും ദാവീദ് സീയോൻ കോട്ട പിടിച്ചു. वो तो हमने दूसरा शमूएल 5 के 6 आयत में जो पढ़ा कि अंधे और जो लंगड़े हैं वो उसके लिए सामना करने के लिए काफी है। 7वें आयत के आरंभ में हम ऐसा पढ़ते हैं, तो भी दाऊद ने सियोन नाम गढ़ को ले लिया। എന്നിട്ടും പിടിച്ചു എന്ന് പറയാൻ ആ എന്നിട്ടും എന്നുള്ള വാക്കിന്റെ ധ്വനിക്കകത്ത് കിടക്കുന്ന ദൂത് നമ്മൾ ഗ്രഹിക്കണം. तो भी दाऊद ने उस गढ़ को पा लिया। जो लिखा है कि तो भी वो लफ्ज जो है उसके पीछे परमेश्वर की बात को हमें जानना है। ഇങ്ങനെയുള്ള കുരുടനെയും മുടന്തനെയും ജയിക്കുന്നത് ദാവീദിനെയും ചില കടുകട്ടിയായ വിഷയമായിരുന്നു. तो ऐसे अंधे और लंगड़ों के ऊपर जय पाना दाऊद के लिए भी थोड़ा मुश्किल का काम था। അതുകൊണ്ട് ദൈവവചനം നമുക്ക് ലഭിക്കുന്ന വചനത്തിനൊത്തവണ്ണം ആത്മീയമായി നമ്മൾ ഉയരണമെന്ന് വരികിൽ നമ്മുടെ ഹൃദയമാകുന്ന നിലം പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്ന നിലയിൽ തന്നെ ഉഴുതൊരിക്കേണ്ടത് ആവശ്യമാണ്. और इसलिए अगर वचन का परिणाम जैसे पवित्र आत्मा चाहता है वैसा हमारे अंदर हो, तो हमारे हृदय को हमें जोत के इस तरह तैयार करना है ताकि वो बीज हमारे अंदर गिरकर पवित्र आत्मा जो परिणाम अपेक्षा करता है वो परिणाम हमारे अंदर से उत्पन्न हो। ഞാൻ കുറച്ചു കാര്യം കൂടെ ഗൗരവമായിട്ടുള്ളത് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ ഭാഗത്ത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ അധികമായി ദൈവാത്മാവ് ഈ ഭാഗത്തിനെ കൃപയാൽ നിർത്തുന്നത് കൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോട് പ്രാർത്ഥനയോട് ഇരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. कुछ और बातों को मैं कहना चाहता था, लेकिन क्योंकि पवित्र आत्मा मुझ पर वो प्रेरणा दे रही है इस बात पर यहाँ जुड़े रहने के लिए, तो इसी से संबंधित कुछ बातों को कहकर आज का ये संगति को समाप्त करना चाहूंगा। आप लोग बहुत ही प्रार्थना और मगन से रहिए, मेरे लिए भी प्रार्थना करें। നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ആത്മലോകത്ത് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന അനേകരും അവർക്ക് ലഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് ഒത്തവണ്ണം ആത്മീയമായി ഉയരുന്നില്ല. ആത്മഭാരമുള്ള ദൈവദാസന്മാർക്കും പലരെയും കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്, പക്ഷേ നമ്മളോട് ചിലപ്പോൾ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. दुर्भाग्य से कहना चाहूंगा, कई लोगों में जो देखा जाता है वो प्रवृत्ति ये है कि आत्मिक जो उन्मेष उनको मिला है या आत्मिक जो अनुग्रह उनको आशीष पाया है उसके अनुसार उनके जीवन में एक आत्मिक उन्नति जब नहीं देखते तो प्रभु के दासों को उन्हें देखकर दुख होता है। लेकिन कई मर्तबा उनसे वो कहते नहीं है, लेकिन होता यही है। എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്,
ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ ഇപ്പോഴും മാനസാന്തരം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, ഇങ്ങനെയുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ മാത്രം പറഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരുന്നു. ഈ ആദ്യ വചനങ്ങൾ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല എന്ന് അവിടെ ഗ്രഹിക്കാൻ കഴിയും. और हम इब्रानियों की पत्री 6 उसके पहले आयत में हम देख सकते हैं, आरंभ की बातों को छोड़कर उसी शिक्षा में आज भी लगे हुए हैं, और इसके लिए हम जो उनका पूरा विकास है उस विकास की ओर उनको अगुवाई नहीं कराते। നമ്മളെ ശുശ്രൂഷിക്കുന്ന ആത്മഭാരമുള്ള പരിശുദ്ധാത്മാവിന്റെ ഡിസൈനിങ് കൂടെ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാർക്ക് ഉന്നതമായ പല കാര്യങ്ങളും തന്റെ സഭയ്ക്ക് ആവശ്യമായത് നമ്മളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരുടെയും ആത്മീയത്തെ അവർ ആത്മാവിൽ വീക്ഷിക്കുമ്പോൾ ഇനിയും ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ശരിയായിട്ടില്ലാത്തത് കൊണ്ട് അവരെ പിന്നെയും ഈ നിലം ഉഴുത് റെഡിയാക്കുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ സമയങ്ങൾ നീട്ടേണ്ടി വരുന്നു. हमारे कई प्रभु के दासों की समस्या ये है, वो मसीह लोगों को और भी गहरा वचनों को सुनाना चाहते हैं और दूध से ज्यादा थोड़ा कठोर बातों को भी कहना चाहते हैं, लेकिन कई मर्तबा होता यह है, विश्वासी गण को देखने के बाद उनको जो पवित्र आत्मा में वो जो विवेचन है उसके अनुसार वो समझ जाते हैं कि ये अभी इसके लिए तैयार नहीं है, इसलिए जोतने के बारे में या जगह तैयार करने के बारे में और फिर से उस मन फिराव के बारे में वो आरंभ की शिक्षाओं को बार बार देना। ये ദൈവസഭയ്ക്ക് മാത്രമല്ല പഴയ നിയമകാലത്ത് ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഒരു വലിയ കേടായിരുന്നു. परमेश्वर की कलीसिया ही नहीं, लेकिन पुराने नियम में इस्राएल के जीवन में भी ये बात था। നമ്മളെ പുസ്തകം തുറന്ന് ഒരു ഭാഗം കൂടെ നോക്കുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം. യെശയ്യാ നബി का किताब 28वां अध्याय, അവിടെ അതിന്റെ 24 മുതൽ ഒന്ന് വായിക്കാമോ? 24 से लेके पढ़ेंगे। വിതയ്ക്കുവാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴവ് പൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പ് അതിന്റെ അറ്റത്ത് വിടുകയും ചെയ്യുന്നില്ലയോ? അതിന്റെ പിന്നീടുള്ള ഭാഗങ്ങള് 29 വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു കൊള്ളുക. വളരെ ആഴത്തിലുള്ള സത്യങ്ങൾ അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ പ്രാരംഭ ഭാഗം മാത്രം പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. यशायाह नबी का किताब जो हमने यहाँ पर पढ़ा 28 से 28 का 24 से लेके 26 तक, और उसके बाद आप लोग 29 भी पढ़ लेना, वहां पे बहुत सी बातें लिखा है। समय की कमी के कारण जल्दी से बताकर समाप्त करना चाहूंगा। ഇവിടെ 23-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ. വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? 23 और 24 आयत में ऐसा लिखा है, कान लगाकर मेरी सुनो, ध्यान धर कर मेरा वचन सुनो। क्या हल जोतने वाला बीज बोते के लिए लगातार जोतता रहता है? क्या वह सदा धरती को चीरता और हेंगाता रहता है? നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് ലളിതമായിട്ട് ഇങ്ങനെ പറയട്ടെ. हमें समझने के लिए, आसान करने के लिए जल्दी से मैं कहना चाहूंगा, ഒരു നിലമോ ആ നിലത്ത് എന്താ പറയേണ്ടത്, പിന്നെ നെല്ലോ ഗോതമ്പോ വിതയ്ക്കാനായിട്ട് ആ നിലം ഒരുക്കുന്ന ആ കൃഷിക്കാരൻ, एक खेत में जब गेहूं या चावल जो भी है वो बोने के लिए जो अपना खेत को तैयार करता है, वो जो किसान, നമ്മുടെ നിലമാണെന്ന് വിചാരിക്കുക, ഒരു കൃഷിക്കാരനെ നിലം ഉഴുത് വിത്ത് വിതയ്ക്കാൻ ഏൽപ്പിച്ചു. ഇയാള് എന്നും ഈ നിലം ഉഴുതുകൊണ്ട് തന്നെ ഇരിക്കുകയും ചാലുകൾ കീറിക്കൊണ്ടിരിക്കുകയും മാത്രം ചെയ്താൽ നമുക്ക് വിഷമം ഉണ്ടാകുന്നില്ലേ? अब मान लो ये हमारा खेत है, हमारा खलिहान है, हमने किसी को बुलाया है ताकि उस पे वो जोते और उसमें बोए, लेकिन अगर हर रोज ये केवल जोतता ही रहेगा तो हमें बुरा नहीं लगेगा? ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും ഇയാള് പിന്നെയും നിലം ഉഴുതുകൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മെല്ലെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കും, അപ്പൊ എന്തേ നിങ്ങൾ ഇങ്ങനെ നിലം ഉഴുതുകൊണ്ട് മാത്രം ഇരിക്കുന്നത്? ഇത് വിത്ത് വിതയ്ക്കണ്ടേ? ഇതിന്റെ ഓരോ പാളിയിലും അതെ വിതയ്ക്കേണ്ടതും തൂകേണ്ടതും അതിന്റെ നിലയിൽ തൂകി അതെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വരേണ്ടതല്ലയോ എന്ന് ചോദിക്കില്ലേ? हफ्ते और महीने बीतने के बाद भी जब आप देखते हैं कि ये व्यक्ति आज फिर वो जोतता है, वो फिर से मिट्टी को चीरता है, इसके अलावा और कुछ नहीं कर रहा, क्या हम उसके पास जाकर नहीं पूछेंगे, अरे भाई आप सिर्फ जोतना ही करोगे, कब बीज बोओगे, कब इसकी अगली पड़ाव पर आओगे? क्या हम ये सवाल नहीं करेंगे?
അദ്ദേഹം ഇങ്ങനെ തിരിച്ച് മറുപടി പറയുമെന്ന് ചിന്തിച്ച്, യജമാനനെ, എനിക്ക് ആഗ്രഹമുണ്ട് അതെ ഇതിനകത്ത് വിതയ്ക്കണമെന്ന്. പക്ഷേ ഞാൻ ഇന്ന് നിലം കീറി കുറെ ഒരുക്കിയിട്ട് പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ വീണ്ടും ഇതിനകത്ത് കട്ടയും കല്ലും ഞാൻ കാണുന്നു. അടുത്ത ദിവസം വീണ്ടും ഒരുക്കിയിട്ട് പോയി. അടുത്ത ദിവസം വിതയ്ക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അതെ ഇതിനകത്ത് വേറെ സാധനങ്ങൾ കിളുത്തു നിൽക്കുന്നത് കാണുന്നു. ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ അതെ 100 മേനി ഫലം കിട്ടത്തക്ക നിലയിൽ ഈ നിലം ഒരു കാരണവശാലും അങ്ങോട്ട് ശരിയാകുന്നില്ല. അത് ശരിയാകാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഉഴുതുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു വിചാരിക്കുക. अब फर्ज कर लो वो किसान या फिर वो खेत में काम करने वाला आपको ऐसा जवाब देता है, हे मेरे मालिक स्वामी, मैं इच्छा करता हूं कि मुझे इसमें बीज को बोना है, लेकिन जिस दिन मैं तैयार कर दूसरे दिन आता हूं तो फिर से इसमें इसका जो धरती है वो कड़क दिखता हूं, तो फिर मैं इसको जोतता हूं। फिर मैं आता हूं दूसरे दिन तो इसमें कुछ अन्य बातों को यहाँ पर उपज होती है, उसे निकाल कर फिर तैयार करता हूं। इस तरह मेरे हृदय में जैसा 100% उसका उपज मिले, ऐसा ये धरती अभी तक तैयार नहीं हुआ, इसीलिए मैं हर रोज इसको जोतते रहता हूँ। കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഈ നിലം ഒരുകാതെ എങ്ങനെ വിത്ത് വിതയ്ക്കും? आगे कार्यों को करना है, लेकिन जब तक ये खेत तैयार नहीं होता कैसे मैं इसमें बोऊं? ഇനി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരിക്കൽ കർത്തദാസൻ വളരെ ആത്മഭാരത്തോടെ ഒരു വചനം നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചു. അമ്മേ മക്കളെ, നമ്മുടെ ജീവിതം ഇന്നതുപോലെ ആയിരിക്കണമെന്ന്. ആ വചനം കേട്ട് നമ്മൾ സമർപ്പിച്ച് വീട്ടിൽ പോയി. പക്ഷെ ആ സമർപ്പണത്തിനപ്പുറത്തെ പ്രായോഗിക ജീവിതത്തിൽ അത് വേണ്ടതുപോലെ അതെ പ്രവൃത്തികൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ പഴയ വചനങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാളിനെ പോലെ ആ ആഴ്ചയിലെ ജീവിതത്തിൽ വീണ്ടും അതെ പഴയ പ്രവൃത്തി തന്നെ ചെയ്തിട്ട് പിറ്റേ ആഴ്ചയെ വന്നിരുന്നു കഴിഞ്ഞാൽ ദൈവദാസന് അടുത്ത സ്റ്റെപ്പ് പറയാനായിട്ട് കഴിയുമോ? और सरलता से समझने के लिए अगर मैं कहूँ, मान लो कि प्रभु का दास ने बहुत ही उम्दा एक वचन आपको सुनाया है, आपने उस वचन के सामने समर्पण किया है और आप वापस लौटते हो, लेकिन उस समर्पण के अनुसार आपके प्रायोगिक जीवन में कोई बदलावट नहीं होता। उस पूरे हफ्ते भर में जो आपकी चाल चलन है उसमें बिल्कुल भी बदलावट नहीं है। उस समर्पण के आगे बिल्कुल भी आप नहीं गए, और उसके बाद वाले हफ्ते में जब आप आकर बैठते हो, चाहने पर भी प्रभु का दास क्या आगे की बातों को बता पाएंगे? ഇനി ഞാൻ ഒരു മാനുഷിക ഭാഷയിൽ ഞാൻ അടുത്ത ഭാഗം പറയാൻ ആഗ്രഹിക്കുകയാണ്. अब एक इंसानी सोच के अनुसार, उस तर्क के अनुसार अगला विचार रखना चाहूंगा। ഈ നിലത്തെ എത്ര ഉഴുത് നേരെയാക്കിയിട്ട് നല്ല വിത്ത് വിതയ്ക്കാൻ ആഗ്രഹിച്ചിട്ടും പിന്നെയും പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് കട്ടയും മുള്ളും അതെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആവിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ സഹികെട്ട് ഈ കൃഷിക്കാരൻ എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന നല്ല വിത്ത് ആ നിലം ഒരുങ്ങിയാലും കൊള്ളാം, ഒരുങ്ങിയില്ലേലും കൊള്ളാം, അതിനകത്ത് വിതച്ചിടിച്ചു പോകും. अब होगा क्या? ये हो सकता है अब इतना कोशिश करने के बावजूद, इतना मेहनत करने के बावजूद अगर वो जगह जो है वो बीज बोने के लिए तैयार नहीं होता, आए दिन उसमें नया समस्या आता है। कभी कांटे आ जाते हैं, या कभी घास उग जाता है, या कभी वो कड़क हो जाता है, तो वो क्या करेगा? वो अब सोचेगा अब इसका तो कुछ हो नहीं रहा, तो जो बीज मेरे पास है और जैसा वो जमीन है वैसा उस पर मैं बो दूं। അവിടെയാണ് കർത്താവ് പറഞ്ഞ ഉപമയുടെ അർത്ഥം പ്രസക്തമാകുന്നത്. और वहां पर यीशु मसीह ने जो दृष्टांत कहा उसकी अहमियत है। ഈ നല്ല വിത്തുകൾ എവിടെ വീണു? മുള്ളുകൾക്കിടയിൽ വീണു. ഇത് പറിച്ചു മാറ്റിയിട്ടും മാറാത്ത ഒരു അവസ്ഥ. പക്ഷേ അദ്ദേഹം വിതച്ചിട്ട് പോകാൻ നിർബന്ധിതനായി അത് ആ മുള്ളുകൾക്കിടയിൽ തന്നെ വീഴുവാനിടയായത്. तो कुछ ऐसा बीज जो जमीन पर गिरा, लेकिन कांटों के बीच में गिरा। अब जितना कांटे साफ करे तो भी उसमें फिर से कांटे उग कर आता है। आखिर में अपना सहनशीलता छोड़कर अपना धीरज जहां पर थम गया, वो जो है वहीं पर बोकर चल। അങ്ങനെയുള്ള നിലത്ത് ഈ വിത്ത് വീണത് കൊണ്ട് എന്തു സംഭവിച്ചു എന്ന് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു. ആ വചനങ്ങളെ ആ മുള്ളുകൾ എന്ത് ചെയ്തു? ഞെരുക്കി നിഷ്ഫലമാക്കി തീർത്തു എന്ന് വായിക്കുന്നു. ആ മുള്ളുകൾ വീണ വിത്തിനെ ഞെരുക്കി നിഷ്ഫലമാക്കി എന്നവിടെ പറയുന്നു. और उसका परिणाम हम देखते हैं, वहां पर ये लिखा है,
वो बीज जहां पर गिरा वो कांटों के बीच में गिरा, वो उगा जरूर लेकिन कांटों ने उसको दबा दिया, उसे दबोच। ആമേൻ. ഇനി ആ മുള്ളിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ പറഞ്ഞതുമായിട്ട് ഒത്തുന്നുണ്ടോ എന്ന്. अब उस कांटे के बारे में यीशु मसीह ने स्वयं का क्या कहा, उस विषय में अगर हम थोड़ा सोचेंगे. ആമേൻ. അവിടെ പറയുന്നു വചനം അത് മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർത്തു. और झाड़ियों में जो बोए गए थे वे जिन्होंने वचन सुना और संसार की चिंताएं और धन का धोखा और वस्तुओं का लोभ उनमें समाकर वचन को दबा देता है और वो निष्फल रह जाता है. അവിടെ മുള്ളിനെ കുറിച്ച് പറയുന്നത് എന്താണ് മുള്ളെന്ന് ദൈവം ഉദ്ദേശിച്ചത്? ഇഹലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, പിന്നെ മറ്റു വിഷയമോഹങ്ങൾ. ശ്രദ്ധിക്കണമേ ഈ കാര്യം. तो कांटे के बारे में यहाँ पर यीशु मसीह क्या कहता है? कांटे को किसके साथ उसका अवतारण किया गया है? एक संसार की चिंता, धन का धोखा और वस्तुओं का लोभ, इस विषय को लेकर कांटे को बताया गया है. കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്താണ്? നമ്മൾ പ്രാരംഭഭാഗത്ത് ചിന്തിച്ചു, നമ്മുടെ ഭൗതിക ലോകത്തെ ഒരു ഭാരവും നമ്മൾ പരിധി വിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പാടില്ല. ദൈവകരങ്ങളെ ഫലമേൽപ്പിച്ചിട്ട് ദൈവജന സമാധാനത്തോടെ നമ്മൾ ഇവിടെ ആയിരിക്കണം, സ്വർഗം ആഗ്രഹിക്കുന്നു. परमेश्वर ने हमारे बारे में क्या अपेक्षा किया है, इसको आरंभ में हमने सोचा किसी भी प्रकार की जीविका की कोई भी चिंता को हमें लेकर बैठना नहीं है, एक हद से ज्यादा कोई भी चिंता या विचार नहीं करना है. ऐसी तमाम बातों को धन्यवाद और विनती के साथ परमेश्वर के कदमों में रख देना है, ऐसा हमने सोचा. ഇന്ന് ആത്മീയലോകത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭൗതിക ലോകത്തെ അഭിവൃദ്ധിയെ കുറിച്ച് കൂടുതലായി ചിന്താകുലരായി കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിൽ എത്താൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനുള്ള കാര്യങ്ങളിൽ തന്നെ അവർ വ്യാപൃതരായി തീരുകയും ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. आज तमाम जगहों पर या फिर आधुनिक समाज में भी जो हम देखते हैं, अपनी जो सामूहिक बातें हैं या आर्थिक स्थिति है, इसी को बेहतर करने में हमारा ज्यादातर समय हम लगाते हैं और इसी की ओर हमारा मन लगा हुआ. ഒരു 5 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. 5 मिनट लेकर मेरी बातों को समाप्त करना चाहूंगा. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ചിന്തയിലേക്ക് കർത്താവിനെ നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. जो मैंने अपेक्षा नहीं की, ऐसी कई सोच की और पवित्र आत्मा मुझे प्रेरणा दिया, इसीलिए ऐसा बात. ഓൺലൈനകത്ത് പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നെങ്കിലും പരിശുദ്ധാത്മാവ് കൃത്യമായി നിയന്ത്രിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. हम ऑनलाइन में ये मीटिंग कर जरूर रहे हैं, लेकिन पवित्र आत्मा ही इसकी अगुवाई करे, इसी प्रार्थना से हम लोग यहाँ पर है. ആരൊക്കെയോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. और कई लोगों ने जो प्रार्थना किया वो प्रार्थना प्रभु ने सुना, ऐसा मैं विश्वास करता हूँ. ആമേൻ. ഞാൻ പ്രതീക്ഷിച്ച നിലയിൽ നിന്ന് കർത്താവ് എന്നെ മാറ്റി ഈ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് സംസാരിക്കാൻ നിർബന്ധിതനാക്കി. मैंने जो सोचा था उसके अलावा इन बातों को जोड़कर प्रचार करने में पवित्र आत्मा ने मुझ पर वो जोर दिया. വേഗം എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കിക്കോട്ടെ. അവസാന ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. आखिरी भाग को बहुत से ध्यान पूर्वक सुनना. ആമേൻ. അതെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മീയ വിഷയങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും ഭൗതിക വിഷയങ്ങൾ ദൈവത്തിന് ഫലമേൽപ്പിക്കുകയും ചെയ്താൽ കൃത്യമായി ദൈവം നമ്മളെ ഈ ഭൂമി നയിച്ചുകൊള്ളുമെന്നുള്ളതാണ്. परमेश्वर जो हमारे से इच्छा करता है वो ये है, हम आत्मिक विषयों को ज्यादा तवज्जो दे और हमारी संसार की बातों को अगर परमेश्वर के हाथों में सौंप दे, वो हमें चलाएगा. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്നാൽ പലപ്പോഴും അത് വേണ്ടതുപോലെ ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. लेकिन हमारे जीवन में जिस तरह चाहिए वैसा क्या हम उसको स्वीकार कर पाते हैं, ग्रहण करते हैं, इसको हमें जांचना है, विचार करना है. കാരണം എനിക്ക് തോന്നുന്നത് നാം എപ്പോഴും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നതും അഭിമുഖീകരിക്കുന്നതും ഈ ലോകത്തിലെ പ്രശ്നങ്ങളാണ്. क्योंकि हम जो हमेशा देखते हैं, जो सामना करते हैं, वो ये संसार की समस्या है. ആമേൻ. നിത്യതയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നില്ല, വിശ്വാസത്താൽ നമ്മൾ അറിയുക മാത്രമാണ് ചെയ്യുന്നത്. अनंतता के संबंध में बातों को हम नहीं देखते, केवल विश्वास से उन बातों को हम जानते हैं. ഇന്ന് നമ്മൾ കേവല സ്വപ്ന ലോകത്ത് മാത്രമാണ് യഥാർത്ഥ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നുള്ളതും നാം പലപ്പോഴും വേണ്ടതുപോലെ ഗ്രഹിക്കുന്നില്ല പലരും.
आज कई लोग जो है हम एक स्वप्न लोक में है, वो सही दुनिया में प्रवेश करने के बारे में बहुत से लोग समझ भी അതുകൊണ്ടല്ലേ ഇന്ന് അനേകരോടും ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ആത്മീയ വിഷയത്തിലേക്ക് ജനത്തിന്റെ ശ്രദ്ധ തിരിക്കണമെന്നുള്ളത് കർത്താവദാസന്മാർക്ക് ദൈവാത്മാവിൽ പറയുവാൻ കൂടുതൽ और इसीलिए इन जमाने में प्रभु के दासों को बहुत सारे से कहना पड़ता है कि आर्थिक विषयों को छोड़कर, संसार की विषयों को छोड़कर आत्मिक विषयों पर आप लोग और ज्यादा ध्यान दे। ഇതൊക്കെ കേട്ടാലും പിന്നെയും പലരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. और इतना सब कुछ सुनने के बावजूद भी और कितना बहुतायत से इन वचनों को सुनने के बावजूद भी फिर से लोग यही काम करते हैं. അധിക ധനസമ്പാദനത്തിന് വേണ്ടി കൂടുതൽ ബിസിനസ് മെച്ചമാക്കാൻ മാത്രമല്ല, തങ്ങളുടെ തലമുറകളിൽ പോലും പണം ഇറക്കിക്കൊണ്ട് ലൗകിക ലോകത്തിലെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ പലരും ഉത്സാഹിക്കുകയാണ്. ज्यादा धन बटोरने के लिए, अपने व्यवहार में, व्यवसाय में और भी ज्यादा काम करने के लिए, इतना ही नहीं केवल अपने लिए नहीं, अपनी पीढ़ियों के लिए भी कार्यों को सशक्त करने के लिए आर्थिक व्यवस्थाओं में हम लोग ज्यादा उत्तीर्ण है. എല്ലാവരെ കുറിച്ചുമല്ല, പലരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, सब लोगों के बारे में नहीं लेकिन कुछ लोगों के बारे में जब पढ़ते हैं तो जो सच्चाई हमें समझ आता है, അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ വിടുതൽ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ऐसी अवस्था अगर हम में से किसी के जीवन में है तो उसमें से हमें छुटकारा पाना है. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ച് ആ ഭാഗം വിടാം. और एक सुस्तान कर वो छोड़ दूंगा वो भाग. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അവരുടെ പഠനമുറിക്കകത്തേക്ക് നമ്മളൊന്ന് പ്രവേശിക്കണം. हमारी बच्चे जो पढ़ाई करते हैं उनके पढ़ाई कमरों में हमको थोड़ा प्रवेश करें. അവരുടെ പുസ്തകങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന, അവരേത് പ്രായക്കാരുമായിക്കൊണ്ട് അവരുടെ പുസ്തകങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ആ ടേബിളിലേക്ക് ഒന്ന് നോക്കണം. कोई भी आयु के बच्चे क्यों ना हो, वो जहाँ पढ़ाई करने बैठते हैं, जहाँ पढ़ाई करते हैं, उसको आप लोग जरा देखना वो मेज कैसा है. 500,000 പേജുകളുള്ള എടുത്താ പൊങ്ങാത്ത വലിയ വലിയ പുസ്തകങ്ങൾ ചില കുഞ്ഞുങ്ങളുടെ ടേബിളിൽ ഇരിക്കുന്നത് കാണാൻ കഴിയും. 500 पन्ने वाले, हजारों पन्ने वाले ऐसे किताबें जो उठाने से भी उठाया नहीं जा सकता, ऐसे किताबों को कई बच्चों के पास हम देखते हैं. എത്ര പുസ്തകങ്ങളാണ് ആ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. कितने तो किताबें ऐसे वहां पर मेजों पे रखा है. സ്കൂളിൽ അധ്യാപകൻ ആ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു, വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കൾ പഠിപ്പിക്കാൻ ഉത്സാഹിക്കുന്നു, കൂട്ടത്തില് ട്യൂഷൻ ടീച്ചർ. देखते हैं पाठशालाओं में अध्यापक इसी किताबों में से सिखाते हैं, बच्चे जब घर आते हैं तो माता पिता किताबों से सिखाते हैं और उसके अतिरिक्त उन्हें ट्यूशन के लिए भेजा जाता है, वहां पर भी इन्हीं किताबों से सिखाया जाता है. നല്ല കാര്യം തന്നെ, അത് നടക്കട്ടെ. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ബൈഹാർട്ടാക്കുകയാണ്. अच्छी बात है, ये सब करना भी है, लेकिन बच्चे इन तमाम बातों को हृदयस्थ करते हैं. 20 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എത്രയോ പുസ്തകങ്ങൾ ഇവൻ ബൈഹാർട്ടാക്കി കഴിഞ്ഞു. लगभग 20 साल की उम्र तक जब ये पहुंचता है तो कितने बातों को इसने हृदयस्थ कर दिया. എന്നാൽ ഈ വ്യക്തി വെറും 1200 അധികം പേജുകളില്ലാത്ത 1200 പേജിനകത്തുള്ള ബൈബിള് എത്രമാത്രം ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കണം. लेकिन यही व्यक्ति या यही बच्चा जो लगभग 1000 से भी कम जो आयतें हैं या 1000 से भी कम पन्ने हैं, ऐसे प्रभु के कलाम के कितने आयतों को हृदयस्थ की. ആമേൻ ആമേൻ. ആ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. और इन बातों के लिए जो तवज्जो देते हैं, ऐसे तमाम लोगों के लिए प्रभु को धन्यवाद. വാക്കുകളുടെ ചുരുക്കട്ടെ ദൈവമക്കളെ, ഒടുവിൽ പറഞ്ഞ ഭാഗം ഇച്ചിരി ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അത് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണിയായി തീരരുത്. കർത്താവിന്റെ വരവിന് ശേഷം ഈ ഭൗതിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണിയായി അനുഭവിക്കാൻ ഇടവരരുത്. ആമീൻ. ആ സമയത്ത് നമ്മൾ ഇവിടെ കാണരുത്, നമ്മുടെ തലമുറകൾ ഇവിടെ കാണരുത്. കർത്താവിനോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കണം കാണുവാനായിട്ട്. मेरे बातों को मैं यहाँ समाप्त करता हूँ, लेकिन आखिर में जो कहा उस पर आप लोग तवज्जो देना, उस पर ध्यान देना, जैसे हमने पढ़ा था. इसलिए सावधान रहो, ऐसा न हो कि तुम्हारे मन खुमार और मतवालेपन और इस जीवन की चिंताओं में
सुस्त हो जाए और वह दिन तुम पर फांते की नाई अचानक आ पड़े। हम में से किसी को भी ऐसा नहीं होना है। हमारे मसीह की आगमन में छूट नहीं जाना। हमें या हमारी बच्चों को परमेश्वर के आगमन के उपरांत इस संसार में नहीं रहना है। आर्थिक विषयों को, जीवन की चिंताओं को और ऐसे बातों को जीवन में तवज्जो न देते हुए, मसीह में लोलीन होते हुए, परमेश्वर में उत्पन्न होते हुए, मसीह में आगे बढ़ने के लिए हम लोग प्रभु में इच्छा करेंगे। അതിനുള്ള ഏക പ്രതിവിധി കർത്താവ് പറയുന്നത്, നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. और इस समस्या का एक ही निवारण यीशु मसीह कहता है, इसलिए जागते रहो और सदैव प्रार्थना। ദൈവം ഉദ്ദേശിക്കുന്ന ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ശക്തമാണെന്ന് വരികിൽ വരുവാൻ പോകുന്ന വിപത്തുകൾ നമുക്കൊരിക്കലും കണിയാകയില്ല. നമുക്ക് ദൈവത്തിന്റെ പ്രാഗൽഭ്യത്തോടെ നിവർന്നു നിൽക്കുവാൻ അത് നമ്മളെ സഹായിക്കും. हम परमेश्वर जैसा इच्छा करता है उस तरह से जागरूक होकर अगर हम प्रार्थना करते हैं तो आने वाली जो घटना है, आने वाली जो विपत्ति है, आने वाली जो संकट है, वो हमारे ऊपर कभी भी एक फांते की तरह नहीं आ। ആമേൻ ആമേൻ. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി സദാകാലം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്നുള്ളത് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ചില ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. और इस वजह से प्रभु हमें आशीष दे। प्रभु की अनुमति अगर हो तो कल जो है जागते रहना, हर समय प्रार्थना करना, उस विषय में प्रार्थना का जो गंभीर विषय है उसके लिए हम लोग उस विषय को लेके मगन करें, सहायता करें।